നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. നോട്ട് നിരോധികൾ പ്രഖ്യാപനം വന്നിട്ട് ഇന്നേക്ക് ഒരാഴ്ച പിന്നിടുന്നു. പുതിയ മഷിതന്ത്രവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയെങ്കിലും നമ്മൾ ഇപ്പോഴും ക്യൂവിൽ തന്നെയാണ്. ഇങ്ങനെ ഒരു വളരെ പെട്ടെന്നുണ്ടായ ഒരു പ്രഖ്യാപനം, അതിന് പിന്നാലെ ഈ ഒരാഴ്ചയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി എന്താണ് സംഭവിക്കാനിരിക്കുന്നത് എന്നതിൻ്റെ സൂചനകൾ. എല്ലാം ചർച്ചയിലേക്ക് കിടക്കുകയാണ്. ശ്രീ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഒരാശങ്കയുടെയൊക്കെ ഒരു പരിധിയോളം അവസാനിക്കേണ്ട സമയമാണ് ഈ പ്രധാനമന്ത്രി പറഞ്ഞ ആദ്യ വാക്കുകളെ വിശ്വസിക്കുകയാണെങ്കിൽ ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അതാ പുതിയൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നു, മഷിയിടൽ പ്രഖ്യാപനം. ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഇങ്ങനെ തുടർച്ചയായി വരുന്ന ഇത്തരം തിരുത്തലുകളും മാറ്റങ്ങളുമൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അതായത് ഇന്ത്യ ഗവൺമെൻറ് വളരെ സമൂലമായ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം പ്ലാൻ ചെയ്യുമ്പോഴും അതിൻ്റെ എല്ലാ പ്രത്യാഘാതങ്ങളെയും കൃത്യമായിട്ട് പഠിച്ച് ഗൃഹപാഠം നടത്തി ഏതെല്ലാം ആംഗിളിൽ ഏതെല്ലാം രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തത വരുത്തി എന്നിട്ട് നിലപാടുകൾ സ്വീകരിക്കുന്നതിന് പകരം എല്ലാം അർദ്ധരാത്രിയിലാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ മുഴുവൻ സ്വാതന്ത്ര്യം മുതൽ ഒരർദ്ധരാത്രി 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ അസാധുവാക്കിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചാൽ ഇന്ത്യയിലാകെ പ്രചരിപ്പിക്കപ്പെടുന്ന ക്രയവിക്രയത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പണത്തിൻ്റെ മൂല്യം 100 കണക്കാക്കിയാൽ അതിൽ 86% വരുന്നത് ഈ 500 രൂപയും 1000 രൂപയാണ്. ഈ 500 രൂപയും 1000 രൂപയും വരുന്ന 86% കഴിച്ച് ബാക്കി വരുന്ന 100 രൂപ, 50 രൂപ, 20 രൂപ, 10 രൂപ, 5 രൂപ, മറ്റ് കോയിൻസ് എല്ലാം കൂടി ചേർന്നിട്ടാണ് ബാക്കി വരുന്ന 14%. ഈ 14% ചില്ലറ കിട്ടുന്നില്ല, 100 രൂപ കിട്ടുന്നില്ല എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശുദ്ധ അസംബന്ധം പറയുകയാണ്. എവിടെ നിന്നാണ് ചില്ലറ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുക? ആരാണ് ചില്ലറ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നത്? എവിടെ നിന്ന് കഴിയുന്നതാണ്? ആരെയാണ് ഈ രീതിയിലുള്ള ഒരു നിലപാട്, ഭ്രാന്തൻ നിലപാടിന് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ഇന്ത്യൻ ഭരണകൂടം തന്നെയാണ്. അതിൻ്റെ നേതൃത്വം നരേന്ദ്രമോദിക്കാണ്. നരേന്ദ്രമോദി ഗൗരവപൂർണ്ണമായിട്ടാലോ ഞാൻ കടുത്ത ചായയാണ് കൊടുക്കുന്നത് കൊണ്ട് ഇതൊരു കടുപ്പമുള്ള ചായയാണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എടുത്ത നിലപാടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ പ്രശ്നമുണ്ടെങ്കിൽ ജനങ്ങൾക്ക് എന്നെ കടുവിലേറ്റാം എന്നിട്ട് കരയുക, ഇതൊന്നും യഥാർത്ഥത്തിൽ ഇതെല്ലാം ഫാസത്തിൻ്റെ ഒരു മുഖമാണ്. ജനങ്ങളെ യഥാർത്ഥത്തിൽ തന്നിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അതിനൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു പ്രധാനമന്ത്രി അങ്ങനെയല്ല. പ്രത്യേകിച്ചും സാമ്പത്തിക ശാസ്ത്രപരമായിട്ടൊരു രംഗത്ത്, സമ്പദ് വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടൊരു രംഗത്ത് നിൽക്കുമ്പോൾ പറയേണ്ടുന്ന കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മാസങ്ങൾ കഴിഞ്ഞാലും ഈ പരിപാടിയിൽ ഈ പറഞ്ഞ രീതിയിൽ മാറ്റം വരുത്താൻ പോകുന്നില്ല. ഇപ്പോൾ 7 ദിവസക്കാലം ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ ഈ മുൾമുനയിൽ നിർത്തിയിട്ട് അവരുടെ ജീവിതം കൊണ്ട് പന്താടാൻ ഇവർക്ക് ആരാണ് അവകാശം കൊടുത്തത്? ഒരു ദിവസം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവർക്ക് ആരാണ് അവകാശം കൊടുത്തത്? കള്ളപ്പണക്കാർക്കെതിരായിട്ടും അതുപോലെ തന്നെ പൂഴ്ത്തിവെപ്പുകാർക്കെതിരായിട്ടും പണം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരായിട്ടും എന്നൊക്കെയാണ് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം സുരക്ഷിതമായിട്ട് രക്ഷപ്പെടുകയാണ്. 1% വരുന്ന സമ്പന്ന വിഭാഗത്തിൻ്റെ കള്ളപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാനുള്ള എല്ലാ ഏർപ്പാടും ജത്മാലിന് മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് 9 ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം ഈ ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ട് ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിന് ലിസ്റ്റ് ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ആ ലിസ്റ്റ് വാങ്ങാൻ ഈ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളാരുമല്ല, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയോ അതുപോലെ തന്നെ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയുടെയും വ്യക്താവല്ല, ജത്മാലിനിയാണ് ആ കാര്യം വ്യക്തമായി ചൂണ്ടിക്കാണിച്ചത്. 9 ലക്ഷം കോടി ഉറുപ്പികയുടെ കള്ളപ്പണം ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുള്ളത് ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച പണം തിരിച്ചു കൊണ്ടുവന്നിട്ട് 15 ലക്ഷം രൂപ പ്രകാരം എല്ലാവർക്കും ഓരോ കുടുംബത്തിനും കൊടുക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ട് എന്തേ നടപ്പിലാക്കാൻ കഴിയാത്തത് എന്ന ചോദ്യം ചോദിച്ചിട്ട് പ്രകോപിതനായിട്ട് ശരിയായ രീതിയിൽ പത്രക്കാരോട് പറഞ്ഞിട്ടുള്ളത് ജത്മാലിനിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ കള്ളപ്പണക്കാർക്ക് വേണ്ടിയോ കരിഞ്ചന്തക്കാർക്ക് വേണ്ടിയോ ഒന്നുമല്ല ഈ നിലപാട് സ്വീകരിക്കുന്നത്. ഇത് 99% വരുന്ന ഈ ഇന്ത്യയിലെ ജനങ്ങൾക്കെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് മാത്രം പറഞ്ഞാൽ പോലെ ഇത് അടിയന്തരാവസ്ഥക്കൊന്നും ഈ രീതിയിലുള്ള അവസ്ഥ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇത് വളരെ ഗൗരവതരമായ രീതിയിലുള്ള സമ്പദ് വ്യവസ്ഥയെ യഥാർത്ഥത്തിൽ ഗൗരവപൂർവ്വം കാണാതെ നമ്മളെല്ലാം സാധാരണ പറയാറില്ലേ, ഒരു പിള്ളേർ കളി പോലെ കളിക്കുക, ആ കളിയാണ് ഈ മോഡിയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾക്കെതിരായിട്ടുള്ള സമീപനമാണ്.
അതിനെ ജനങ്ങൾ തന്നെ ശക്തിയായിട്ട് എതിർത്ത് പരാജയപ്പെടുത്തേണ്ടി വരുമെന്നുള്ളതൊക്കെയാണ് ഇപ്പം ജനങ്ങൾ ഉള്ളത്. ഞങ്ങളാരും ഈ ഉറുപ്പിക 500 രൂപയുടെ 1000 രൂപയുടെ പണം, അതാണല്ലോ ഏറ്റവും വലിയ പണം, ആ പണം മാറ്റി പുതിയ പണം കൊടുക്കുന്നതിനെതിരല്ല. അതും കൂടി പറഞ്ഞാലേ ഇത് പൂർണ്ണമാവുള്ളൂ. പണം മാറ്റി കൊടുക്കാമെന്നുള്ള വഞ്ചു കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ അന്ന് ഞങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചതാണ്. മാറ്റുന്നതിന് എന്ത് വേണം? ഇപ്പോൾ ഡിസംബർ 30 വരെയുള്ള ദിവസങ്ങളാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളതെങ്കിൽ ആ ഡിസംബർ 30 വരെയുള്ള ദിവസം ഈ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും അവരുടെ കയ്യിലുള്ള പണം മാറ്റാനുള്ള സൗകര്യം കൊടുക്കണം. അവിടെ അപ്പോൾ കള്ളപ്പണക്കാരല്ല, ഇപ്പോൾ കള്ളപ്പണക്കാർക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ലേ? അപ്പോൾ ശുദ്ധ അസംബന്ധം പറയുകയാണ്. എന്നിട്ട് ഗ്രഹപാഠം നടത്തി കൃത്യമായിട്ട് ജനങ്ങളുടെ കയ്യിൽ പണം വിന്യസിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത്രാം തീയതി മുതൽ ഞങ്ങൾ നിരോധിക്കുന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. യാതൊരു തരത്തിലുള്ള നിലപാട് നാളെ ഈ വിഷയം പ്രതിപക്ഷം പാർലമെന്റ് ശീതകാല സമ്മേളനം ആരംഭിക്കുമ്പോൾ ഇത് ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് സ്വാഭാവികമായും ഇതിനു മുൻപ് പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിലൊരു കാര്യക്ഷമമായ ഇടപെടൽ എടുക്കാനൊന്നും കോൺഗ്രസിന് ആവാതെ പോയിട്ടുണ്ട്. ഈ വിഷയം എങ്ങനെയായിരിക്കും ഉപയോഗിക്കപ്പെടുക? ഇതൊരു സംശയം വേണ്ട. ഇന്ത്യയിലെ ജനകോടികളെ നേരിട്ട് ബാധിച്ച, സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ നേരിട്ട് ബാധിച്ചൊരു പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി ഇതിനെ കാണുന്നത്. കാരണം എക്കണോമിക്കൽ സർജിക്കൽ സ്ട്രൈക്കാണെന്ന ഓമനപ്പേരിൽ വിളിച്ചു പറഞ്ഞതിന് ശേഷം അർദ്ധരാത്രി ജപ്പാനിൽ പോയി PP ഊതിയതിന് ശേഷം തിരിച്ചു വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിക്ക് കാര്യങ്ങൾ പിടികിട്ടിയത്. ഉത്തർപ്രദേശിൽ മാത്രമല്ല, രാജ്യത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ ജനങ്ങൾ ഇളകി മറിഞ്ഞിരിക്കുന്നു എന്നും ഒരു BJPയുടെ വക്താവ്, അതിവിടെ ഇരിക്കുന്ന നമ്മുടെ കോട്ടയത്തുകാരനല്ല ആരായിരുന്നാലും ശരി തന്നെ, ഒരു BJPയുടെ വക്താവിനും ജോർജ് കുര്യന്മാർക്ക് ഒന്നും തന്നെ ഇത് ഒരിക്കലും പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയാത്ത വണ്ണം വഷളായി എന്ന് കണ്ടപ്പോഴാണ് മോഡി അവസാനത്തെ സെൻറ്റിമെൻ്റൽ അപ്രോച്ചുമായി പൂനെയിൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സേവിക്കാൻ ഇറങ്ങിയതാണെന്ന് പറഞ്ഞത്. ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയാം, ജോർജ് കുര്യൻ മറുപടി പറയേണ്ട കാര്യമാണ്. സെക്യൂരിറ്റി ത്രെഡില്ലാത്ത 30,000 കോടി രൂപയുടെ പണം RBI അടിച്ചു പുറത്തു വച്ചു. അതേ സീരിയലിലുള്ള കള്ളപ്പണക്കാരടിച്ച് പുറത്തു വെച്ചു. ഇത് തിരിച്ചു പിടിക്കാൻ കഴിയാതെ വന്നപ്പോൾ ആരുടേതയോ മണ്ടൻ ഉപദേശം സ്വീകരിച്ചു കൊണ്ടെടുത്ത ഒരു ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടറാണ് ഈ തീരുമാനം. ഞാനൊരു കാര്യം പറയാം, കള്ളപ്പണക്കാർക്കെതിരായിട്ടുള്ള ഞങ്ങളുടെ യുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നീങ്ങിയത്. പരമോന്നതമായ സുപ്രീം കോടതി ഇന്ന് പറഞ്ഞെന്താണെന്നറിയോ? അവിടെ പറഞ്ഞത് കള്ളപ്പണം തടയാൻ വേണ്ടി നിരോധിച്ച നടപടി സർജിക്കൽ സ്ട്രൈക്ക് അല്ല. സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്കുള്ള കൃത്യമായ ബോംബിംഗ് ആണ്. എന്നാൽ ഇന്ന് സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞത് ഇതൊരു കാർപ്പറ്റ് ബോംബിംഗ് ആണ് എന്ന് പറഞ്ഞാൽ ചെന്ന് എവിടെയെല്ലാം വീഴുന്നോ അവിടങ്ങളിലെല്ലാം തകർക്കുന്ന കാർപ്പറ്റ് ബോംബിംഗ് ആണ്. 25-ാം തീയതിക്ക് മുമ്പ് നിങ്ങൾ എന്തെല്ലാം ഡിഫൻസ് സ്റ്റെപ്സുകൾ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്, നോട്ട് മാറ്റത്തിന് മുമ്പ് നിങ്ങൾ പ്രിക്കോഷൻസ് എന്തെല്ലാം എടുത്തിട്ടുണ്ടെന്ന് അഫിഡവിറ്റ് കൊടുക്കണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് സുപ്രീം കോടതി പറഞ്ഞ ദിവസമാണെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ക്യൂ നിന്നവർ ജോർജ് കുര്യൻ, നിങ്ങൾ കോട്ടയത്തോ എറണാകുളത്തോ ഇരുന്നു കൊണ്ടായിരിക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കുക. നിങ്ങൾ ഏതെങ്കിലും ക്യൂവിൽ അംബാനിമാരെ കണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ക്യൂവിൽ അദാനിമാരെ കണ്ടോ? മല്യമാരെ കണ്ടോ? ഇല്ലല്ലോ. അവിടെ കണ്ടത് ഇടമലക്കുടിയിൽ 15 കിലോമീറ്റർ നടന്നു വന്ന ആദിവാസികൾ പൊരിവെയിലത്ത് തളർന്നു വീഴുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഭരിക്കുന്ന ബോംബെ, നിങ്ങൾ ഭരിക്കുന്ന മഹാരാഷ്ട്രയിലെ ബോംബെയിലെ ഗോവണ്ടിയിൽ ജഗദീഷ് ശർമ്മയുടെ പൊന്നുമകൾ 5 വയസ്സുകാരി, അവർക്ക് ചികിത്സ കിട്ടാതെ മരിച്ചു. നിങ്ങളുടെ നയമാണ്. നിങ്ങൾ ഭരിക്കുന്ന മധ്യപ്രദേശിലെ ശിവരാജ് സിംഗ് ചൗഹാന്റെ സ്വന്തം മണ്ഡലമായ ഛത്തർപൂരിൽ ഭക്ഷണത്തിനായിട്ട് റേഷൻ കടകൾ ജനങ്ങൾ BJPയുടെ ഗവൺമെന്റ് കീഴിൽ കൊള്ളയടിച്ചു. നിങ്ങളുടെ നോട്ട് നയമാണ്. തമിഴ്നാട്ടിൽ പെട്രോൾ കിട്ടാനില്ല, ചില്ലറ കിട്ടാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിൽ എല്ലാ പെട്രോൾ ബങ്കുകളും ജനം നിരത്തി തീയിടുകയാണ്. നിങ്ങൾക്കറിയുമോ, ഗംഗാനദിയിലേക്ക് പണം വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞത് ഇവിടുത്തെ അംബാനിമാരല്ല, ഇവിടുത്തെ ഭിക്ഷക്കാർ. ഇനി ഇതുകൊണ്ട് ഉപയോഗമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാനദിയിലേക്ക് ഇത് അർക്കം ചെയ്യുന്ന രംഗം നമ്മൾ കണ്ടു. അതുപോലെ എനിക്ക് ഒരു മിനിറ്റ്, ക്യൂവിൽ 2000 രൂപയുടെ നോട്ട് മാറാൻ വേണ്ടി പാസ്ബുക്കുമായിട്ട് ഉത്തർപ്രദേശിൽ നിന്ന് യമുന ദേവി പിടഞ്ഞു വീണ് മരിച്ചത് ഫേസ്ബുക്കിലൂടെ അവരുടെ മരിച്ചു കിടക്കുന്ന ചിത്രം ഇന്ത്യ മഹാരാജ്യം കണ്ടു. വ്യാപാര മേഖല സ്തംഭിച്ചു, മത്സ്യമേഖല സ്തംഭിച്ചു, ഈ രാജ്യത്തിലെ പെട്ടിക്കടകളിൽ പോലും കച്ചവടമില്ല, റെയിൽവേ സ്റ്റേഷനുകളെല്ലാം സ്തംഭിച്ചു. ഉപ്പിന് ഏറ്റവും സാധാരണക്കാരനെ നേരിട്ട് ബാധിക്കുന്ന ഉപ്പിന്റെ വില 4 ഇരട്ടിയായിട്ട് മാറി. കേരളത്തിൻ്റെ എന്നല്ല, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ സമാന്തര സമ്പദ് വ്യവസ്ഥയിലെ നട്ടല്ലായ സഹകരണ മേഖല
വാങ്ങിവെച്ച പണം തിരിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാതെ Yes, നമുക്ക് അതിലേക്ക് detail ആയിട്ട് പോകാം. ഞാൻ തിരികെ എത്താം. ഇത്രയേ ഉള്ളൂ. സാമ്പത്തിക അരാജകത്വം കാരണം ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ അപകടകരമായ ഈ രാജ്യത്ത് BJP ഒരുപക്ഷെ ഈ ഒരു പ്രഖ്യാപനം അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ ഇന്ത്യക്കാർക്കും അംഗീകരിക്കേണ്ടതാണ്, അംഗീകരിക്കുന്നതുമാണ്. പക്ഷേ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇടപെടലുകൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ പണ്ടും നിരീക്ഷിച്ചിരുന്ന, ഒരുപക്ഷെ നമ്മൾ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ഉദാഹരണമായി എടുത്തു പറയുമെങ്കിലും നിലവിലെ നമ്മുടെ സാമ്പത്തിക അവസ്ഥ ഈ പ്രഖ്യാപനത്തിന് ശേഷവും അല്ലെങ്കിൽ ഇനി അങ്ങോട്ടും എന്തവസ്ഥയിലാണ് നിൽക്കുന്നത്? തീർച്ചയായിട്ടും ഈ പ്രഖ്യാപനം വളരെ രാജ്യത്തിന് വേണ്ടുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇനിയൊരു മാർച്ച് വരെ നമുക്കൊരു 5 മാസം 6 മാസത്തെ 5 മാസത്തോളം നമ്മുടെ സമ്പദ് വ്യവസ്ഥ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഒരു മാന്ദ്യം അനുഭവപ്പെടുമെന്നുള്ളതിൽ തർക്കമില്ല. അത് പ്രധാനമന്ത്രിയും RBI ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു വരും കാലത്തിൻ്റെക്കുള്ള നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ പ്രശ്നമായിട്ടാണ് കാണുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇതിൽ വേണ്ടത്ര മുന്നൊരുക്കമില്ലായിരുന്നു എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഈ പോളിസി നല്ലതാണ്, കള്ളപ്പണം പിടിക്കാൻ പറ്റും, ഫേക്ക് കറൻസി ഇല്ലാതാക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു നയം പണ്ട് തൊട്ടേ, ഇൻഫാക്ട് നേരത്തെയുള്ള ഗവൺമെൻറ് തൊട്ടേ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നടപ്പിലാക്കിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെയുള്ള ഗവൺമെൻറ്, UPA ഗവൺമെൻറ്റും ഇത് ആലോചിച്ചിരുന്നു നടപ്പിലാക്കാൻ. പക്ഷേ ഇത്രയും പെട്ടെന്ന് വളരെ ക്യുക്കായിട്ട് നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ ബാക്ക്ലാഷ് ഉപയോഗിച്ച് വരുമെന്നുള്ള പേടി കൊണ്ട് മാത്രമാണ് ഇത് നടപ്പിലാക്കാറുള്ളത്. കാരണം നമ്മുടെ താരാപൂർ കമ്മിറ്റി റിപ്പോർട്ടുകളും എല്ലാം പല റിപ്പോർട്ടുകളും നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് ഇത് ക്യുക്കായിട്ട് നടപ്പിലാക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ മുന്നൊരുക്കം ഇല്ലായിരുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ 16 ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമായിട്ടുള്ള കറൻസിയാണ് രാജ്യത്ത് ഉള്ളത്. അതിൽ 14 ലക്ഷം കോടിയോളം, ഏകദേശം 86 മുതൽ 87% വരെയും 500, 1000 നോട്ടുകളാണ്. അപ്പം സാധാരണ ജനം, അതായത് മൊത്തം സമ്പദ് വ്യവസ്ഥ നമ്മൾ നോക്കിയാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ 75% കൺസംഷൻ ബേസ്ഡ് ആണ്, ഉപഭോഗത്തിന് അനുസരിച്ചാണ്. അപ്പോൾ ഉപഭോഗം നടത്തുമ്പോൾ കൂടുതലായിട്ട് ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ് നടത്തുന്നത്. അപ്പോൾ ആ ക്യാഷ് ട്രാൻസാക്ഷൻസിന് ക്യാഷ് ഉണ്ടാവണം. അപ്പോൾ സാധാരണക്കാരനെയാണ് ഇത് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ഡിനോമിനേഷനിലുള്ള നോട്ടുകൾ, 500ഉം 100ഉം നോട്ടുകൾ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ പ്രശ്നത്തിന് ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. രണ്ടാമത്തെ കാര്യം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ആൾക്കാർ പണം നിത്യ ചെലവിന് വേണ്ടി മാത്രമല്ല മാറുന്നത്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് പണം ഹോൾഡ് ചെയ്യുകയാണ്. ഈ 100ൻ്റെയും 500ൻ്റെയും നോട്ടുകൾ, അല്ലെങ്കിൽ പുതിയ നോട്ടുകൾ, 100ൻ്റെ നോട്ടുകൾ ആൾക്കാർ വീടുകളിൽ സൂക്ഷിക്കുകയാണ്, അവർ ചിലവാക്കുന്നില്ല. അപ്പോൾ കുറച്ച് അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ചിലവാക്കുന്നു. ഇവിടെ 2 എഫക്റ്റാണ്. ഒന്ന്, പണം എത്ര തന്നെ RBI അടിച്ചിറക്കിയാലും പണം അപ്രത്യക്ഷമാവും, യാതൊരു സംശയമില്ല. കാരണം പണത്തിലുള്ള കോൺഫിഡൻസിലാണ് പണം നിലനിൽക്കുന്നത്. ആ കോൺഫിഡൻസ് ഒരു പരിധിവരെയെങ്കിലും കുറച്ച് ആൾക്കാരുടെ കയ്യിലെങ്കിലും, ഞാൻ പറയുന്ന ഒരു 20 മുതൽ 30% ആൾക്കാരുടെ കയ്യിലെങ്കിലും ആ കോൺഫിഡൻസ് ഇല്ലാതായി. അത് ഈ പറഞ്ഞ ഇവിടെ സൂചിപ്പിച്ചതുപോലെ താഴേക്കിടയിലുള്ള ആൾക്കാരുടെ ആ കോൺഫിഡൻസ് റീഗെയിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ RBI ഇന്നലെ അടിയന്തര യോഗം കൂടി, കേന്ദ്ര ഗവൺമെൻറ് കൂടി. അപ്പോൾ അത് റീഗെയിൻ ചെയ്യാൻ, അതായത് എവിടുന്നും പണം കിട്ടും, ഏത് ATMിൽ പോയാലും പണം കിട്ടുമെന്നുള്ളൊരു അവസ്ഥയിൽ എത്തിയാൽ ആ കോൺഫിഡൻസ് കൊണ്ടുവരാൻ പറ്റും. ഇല്ലാത്തിടത്തോളം കാലം ഈ പൈസ ഹോൾഡ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഗോൾഡിൻ്റെയും മറ്റും പ്രൈസസ് കൂടുന്നുണ്ട്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് ഫിനാൻഷ്യൽ ഓപ്ഷനെ മാറ്റി സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുന്ന ബൂം വരുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ മാത്രമാണ്. സാധാരണ ജനത്തിന് ഇപ്പോൾ പേടിയായി തുടങ്ങി, ഇനി അതിലെന്ത് സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ഈ പണം എന്ത് ചെയ്യും? പോലെയുള്ള കാര്യങ്ങൾ കുറഞ്ഞോ അതോ കൂടുന്നോ? എന്താണ് പീനോട്ട് പോലെ? അതാണ്, അത് കൂടുന്നുണ്ട്. അത് കൂടുതലായിട്ട് ചെയ്യുന്ന സാധാരണ ആൾക്കാരല്ലല്ലോ. അപ്പോൾ അത് കൂടുന്നുണ്ട്, അത് തീർച്ചയായിട്ടും കൂടുന്നുണ്ട്. ഇപ്പോൾ പ്രോമിസറി പി നോട്ടുകളെല്ലാം വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന്റെ കൂടുതലായിട്ട് വരുന്നതാണ്. അത് കൂടുന്നുണ്ട്. അത് വളരെ വലിയ, നമുക്ക് കണക്കുകൾ വരാനിരിക്കുന്നതാണ്. ഇപ്പോൾ 8 ദിവസം കൊണ്ടുള്ള ഒരു ആവറേജ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നയം നടപ്പിലാക്കുന്നത് എന്ത് തന്നെയായാലും ഇക്കോണമിയുടെ 20 മുതൽ 30%, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി പറയുന്നത് 20 മുതൽ 30% വരെ കള്ളപ്പണം കൊണ്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബലൂൺഡ് ഗ്രോത്ത് റേറ്റിൽ പാവപ്പെട്ടവർക്ക് തന്നെയാണ് ഇത് ഭാവിയിൽ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വാല്യൂ ഓഫ് മണി കുറഞ്ഞു വരുന്നു. അപ്പോൾ അതില്ലാതാക്കാൻ ഈ ഒരു അറ്റാക്ക് നല്ലതാണ്. പക്ഷെ അറ്റാക്ക് നടത്തിയപ്പോൾ വേണ്ടത്ര ഒരു മുൻകരുതൽ എടുത്തോ? കാരണം അതിൽ ഒരു എക്സാമ്പിളാണ്, ഇപ്പോൾ ATM മെഷീനിൽ 2000 രൂപയ്ക്ക് തുല്യമായിട്ടുള്ള തട്ടുകൾ അല്ലെങ്കിൽ ട്രേകൾ നേരത്തെ പ്ലാൻ ചെയ്തില്ല എന്ന് പറയുന്നത് ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അത് എന്തുകൊണ്ട് പ്ലാൻ ചെയ്തില്ല? 2000 രൂപയുടെ നോട്ട് നേരത്തെ തന്നെ പ്രിന്റ് ചെയ്തു, പക്ഷേ എന്തുകൊണ്ട് പ്ലാൻ ചെയ്തില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് ഒഴിച്ചാൽ ഇത് രാജ്യത്തിന് വേണ്ടുന്ന ഒരു പോളിസി ആയിരുന്നു. ഞാൻ തിരികെത്താം. ശ്രീ ദേവദാസ്, ഇവിടെ 2 കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്. ഒന്ന്, പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിലെ പോലെ കള്ളപ്പണം, ഒരുപക്ഷെ ഒരു പാരലൽ എക്കണോമിയായി വളർന്നുകൊണ്ടിരുന്ന കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടയാനായോ? ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ തന്നെ ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഈ കള്ളപ്പണം ഉപയോഗിക്കുന്നു. അത് ഏത് വിധത്തിലാണ് തടയപ്പെട്ടിട്ടുള്ളത്? ഈ 2 കാര്യങ്ങളും ഈ ഒരാഴ്ചയുടെ ഗ്യാപ്പിൽ ഒന്ന് പരിശോധിച്ചാൽ. ശ്രീദേവദാസ്.
സൗമ്യ, കഴിഞ്ഞ ആഴ്ച ഇതേ രാത്രി ഒരു ഹിലരി ക്ലിന്റനും ട്രംപിൻ്റെയും തെരഞ്ഞെടുപ്പ് വരുമ്പോഴല്ലേ ഇത് വന്ന് 11 മണി വരെ ചർച്ച ചെയ്ത് എങ്ങനെയാണ് എക്കണോമിനെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് അന്ന് നമ്മൾ പറയുമ്പോൾ ആരും വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പം നോക്കൂ, സ്റ്റാൻഡ് സ്റ്റിൽ ആയിരിക്കുന്നു. നിങ്ങൾ എന്തൊക്കെ തിയേറ്റർ ഓഫ് അബ്സർഡിറ്റി എന്ന് പറയും, ഒരു സ്റ്റുപ്പിഡ് ഫൂൾ ചെയ്ത പോലെയാണ് തോന്നുന്നത്. ട്രംപിനെക്കാട്ടും വലിയ ജോക്കറാണ് മോഡി എന്ന് ഇപ്പം തിരിഞ്ഞു. എന്താണെന്ന് പറഞ്ഞാൽ വാലിന് തീ പിടിച്ച ഹനുമാനെ പോലെ കത്തിക്കുക എല്ലാം. ഇപ്പം ഇത് ഞാൻ വരുമ്പോൾ 8 മണിക്ക് ATM-ൻ്റെ മുമ്പിൽ പാവം ക്യൂ നിൽക്കുന്ന ആള് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ മെയിൻ ബ്രാഞ്ചിൽ. എങ്ങനെയാണ് കള്ളപ്പണം, എങ്ങനെ ഇവർ പറയുന്ന കള്ളപ്പണം നോക്കൂ. ലളിത് മോഡി 2000 കോടി RBI-നെ പോലും അറിയിക്കാണ്ട് സൗത്ത് ആഫ്രിക്കയിൽ IPL 2 നടത്തി. അതിൻ്റെ കേസും 5000 കോടി എടുത്തിട്ടാണ് ലണ്ടനിൽ പോയി താമസിക്കുന്നത്. 2.5 കൊല്ലമായി പിടിച്ചില്ല. വിജയ് മല്ലയ്യ ഈ ബാങ്കിൽ നിന്ന് 10,000 കോടി കട്ടിട്ട് ലണ്ടനിൽ സഹായിച്ച് ഇവരുടെ സൗകര്യത്തോടെ താമസിക്കുന്നു. കള്ളക്കടത്ത് സമ്മതിച്ചില്ല. IPL എല്ലാം 1.5 ലക്ഷം കോടിൻ്റെ കള്ളപ്പണം ഒഴുകുന്നു എന്ന് 2013 തന്നെ പറഞ്ഞു. ഒരു നടപടി എടുത്തില്ല. ഇവർ തന്നെയാണ് ഇത് നടത്തുന്നത്. എന്നിട്ട് ഒരു ഭാഗത്ത് നിന്ന് നടത്തുന്ന പറയുന്നവർ രാജ്യത്ത് മുഴുവൻ കള്ളപ്പണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മേൽ 500,000 ഇത് പിൻവലിച്ച് അവസാനം 2000-ൻ്റെ നോട്ട് എത്തി 500 നോട്ട് ഇറക്കുന്നു. ഒരാഴ്ചയായിട്ടും 500-ൻ്റെ നോട്ട് ഇന്നും കണ്ണൂരിൽ എത്തിയിട്ടില്ല. കാലിബ്രേറ്റ് ചെയ്ത ATM ഇല്ല. പോളിസി എടുത്തു, ഇംപ്ലിമെൻറ്റേഷൻ ഇല്ല. പകച്ചു നിൽക്കുന്ന ജനങ്ങൾ 2000-ന്. അതേസമയം പാർട്ടിസിപ്പേറ്ററി നോട്ടും കള്ള നോട്ടും പുറത്തെല്ലാം പണം കേമൻ ഐലൻഡ്സിലും എല്ലാ ഐലൻഡ്സിലും കൊണ്ടുപോയിട്ട് സുഖിച്ച് മല്ലയമാറി സുഖിച്ച് ജീവിക്കുന്നു. എന്നിട്ട് ജിയോ രാംദേവ് ഇത് നാളെ 500 കോടിൻ്റെ ജനാർദ്ദന റെഡ്ഡി BJP MP കല്യാണം നടത്തുന്നു. നാളെ നിങ്ങൾ ലൈവ് ടെലികാസ്റ്റ് ചെയ്യണം. അയാൾക്ക് എങ്ങനെയാണ് 500 കോടി 32 കോടിയാ സ്റ്റേജിന് മെയിൻ മണ്ഡപം. എങ്ങനെയാണ് വെള്ളപ്പണം കിട്ടിയത്? അത് അന്വേഷിച്ചോ? ഈ മോഡിയും ഈ അമിത്ഷാ സ്റ്റുപ്പിഡ്സ് എല്ലാം ഈ തലയിൽ മുണ്ടുവിട്ടിട്ട് നാളെ പോന്നു. ഞങ്ങൾ ഇവിടെ 2000-ന് അരി വാങ്ങാൻ പൈസ ഇല്ലാണ്ട് ജനങ്ങൾ ഓടുന്നു. ബാംഗ്ലൂരിൽ നാളെ ഇവർ തലയിൽ മുണ്ടിട്ടിട്ട് വരുന്നു. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ഇവിടെ എന്തായാലും നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ആദ്യം പ്രധാനമന്ത്രി പറഞ്ഞിരുന്ന ഒരു താൽക്കാലിക ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാകും, അത് സഹിക്കണം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ആ വാക്കുകളൊക്കെ അതേ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുകയാണ്. പക്ഷേ ഈ സംഭവം നടന്നിപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ പറയുന്നു പണം പോയി എടുക്കുന്നവരുടെ കയ്യിൽ മഷി പതിപ്പിച്ചു തരികയായിരിക്കുമെന്ന്. ഈ വിധത്തിൽ കാര്യമായ ഇടപെടലുകൾ ഇല്ലാതെ ഒരു പ്രഖ്യാപനം, അതുതന്നെയാണ് ആദ്യം മുതൽക്കേ തന്നെ പലരും വിമർശിച്ചിരുന്നതും. അതിനും അപ്പുറത്തേക്ക് കടക്കാൻ എന്തുകൊണ്ടാകുന്നില്ല ശ്രീ ജോർജ് കുര്യൻ? അല്ല, മഷി പുരട്ടുന്നതുകൊണ്ടാണോ രാജ്യം വലിയ പ്രതിസന്ധിയെ നേരിടുന്നത്? അങ്ങനല്ല, മഷി പുരട്ടുന്ന തീരുമാനം ഒരുപക്ഷെ അത് അത്രയും മുൻകൂട്ടി ഉള്ളതായിരുന്നെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ ഉണ്ടായിരുന്നേനെങ്കിലും. അല്ല, ഞങ്ങൾ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. ഇവർ പറഞ്ഞതെല്ലാം ഏറ്റെടുക്കുന്നു. അടുത്ത ഏപ്രിൽ മാസത്തിൽ നമുക്ക് വിലയിരുത്താം. അന്നേരമാണല്ലോ ഈ സാമ്പത്തിക വർഷം സമാപിക്കുന്നത്. ചങ്കൂറ്റം വേണം. ചുമ്മാ ഇരുന്നിട്ട് ബ്ലാ 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 എന്ന് പറഞ്ഞാൽ പോരാ. ഈ കമ്മ്യൂണിസ്റ്റുകാർ ഗോവിന്ദൻ മാഷിൻ്റെ പാർട്ടിക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിനെ പിന്തുണച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മല്ലയ്യയ്ക്ക് 2005 തൊട്ട് 2008 വരെ 7000 കോടി കൊടുത്തത്. എന്തൊരു വിപ്ലവം! അതുപോലെ മറ്റേ ലളിത് മോഡി പോയതും ആ കാലഘട്ടത്തിലൊക്കെ തന്നെയാണ്. അദ്ദേഹം അത് നടത്തിയതും ഒക്കെ തന്നെ ഭയങ്കര വിപ്ലവമാണ്. അപ്പോൾ അതുകൊണ്ട് ചങ്കൂറ്റമുള്ളവൻ നടപടിയെടുക്കും. നടപടിയെടുത്ത് കഴിഞ്ഞാൽ കള്ളപ്പണം മാറ്റാനുള്ള ശ്രമമാണ്. അതിനുള്ള ശ്രമം നടക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങളോട് ആദ്യത്തെ പ്രഭാഷണത്തിൽ തന്നെ നരേന്ദ്രമോദി പറഞ്ഞതാണ് ഡിസംബർ 30 വരെയാണ് സമയം എന്ന്. ആർക്കും കയ്യിലുള്ള എത്ര രൂപ വേണേലും ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. പിന്നെ ഈ കിടന്നുകൊണ്ട് ബഹളം വെക്കുന്നത് തീർച്ചയായിട്ടും മനസ്സിലാകാം. കാരണം ഇതുവരെയും ഇത്രയും ചങ്കൂറ്റമുള്ള നടപടി എടുക്കുവാൻ ഒരു ഭരണാധികാരിയും തയ്യാറായിട്ടില്ല. കോൺഗ്രസ്സുകാരൻ്റെ ബഹളം മനസ്സിലാക്കും. 1,76,000 കോടി രൂപയും 1,86,000 കോടി രൂപയും അവർ മോഷ്ടിച്ചുകൊണ്ട് പോയതാണ്. ആ കള്ളപ്പണമൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. വിദേശത്ത് പോയെന്ന് പറഞ്ഞത്. ഇനി മോഡി നമ്മുടെ ജപ്പാനിൽ പോയെന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധി ഈ അദ്ദേഹത്തിൻ്റെ ബാറ്ററി വീക്കാകുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന 60 ദിവസത്തേക്ക് 70 ദിവസത്തേക്കും പോകുന്ന പോലെയല്ല. രാജ്യത്തിന് വേണ്ടി കരാർ ഒപ്പുവെക്കാൻ വേണ്ടിയാണ് പോയത്. അതിന് കോൺഗ്രസ്സുകാർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഈ പറഞ്ഞ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഏപ്രിൽ മാസത്തിൽ നമുക്ക് വിലയിരുത്താം.
അപ്പോൾ അതങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു. 100-ന്റെ നോട്ടടിച്ചു കഴിഞ്ഞാൽ അതായത് മുന്നൊരുക്കങ്ങൾ മുന്നറിയിപ്പുകളാകുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. 100-ന്റെ നോട്ടുകൾ കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ അത് പണക്കാരുടെ കയ്യിൽ അതിൻ്റെ ന്യൂസ് എത്തും. 500-ന്റെ നോട്ട് മാർക്കറ്റിൽ എത്തുന്നതോടുകൂടി ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ എല്ലാ വിമർശനങ്ങളും ഏറ്റെടുക്കുന്നു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അംഗീകരിക്കുന്നു. പക്ഷേ ജനങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് സത്യമാണ്. ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ ഗോവിന്ദ മാസ്റ്റർ, ഈ ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞ ആ ഒരു ന്യായീകരണം, അതായത് ഇനി ഏപ്രിൽ വരെ വെയിറ്റ് ചെയ്യും, എന്താണ് നമുക്ക് കാത്തിരിക്കാമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ, അതിനുള്ള മറുപടി. അതല്ല അദ്ദേഹം പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട സ്പിരിറ്റ്, ഞങ്ങൾക്ക് ഈ പറഞ്ഞ വിമർശനങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. അതാണ് ഈ പറഞ്ഞതിൻ്റെ പച്ച മലയാളം. ജനങ്ങളോടൊരു പുച്ഛാണ്. ഈ ഇന്ത്യയിലെ 99% ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് അനുഭവിക്കേണ്ട കാര്യം ഏപ്രിൽ വരെ കാത്തിരിക്കണ്ടേ? ഈ 7 ദിവസക്കാലം കൊണ്ട് അനുഭവിക്കേണ്ടി വന്ന ദുരന്തം, ആത്മഹത്യ, കുഴഞ്ഞു വീഴൽ ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ വന്നല്ലോ. സമ്പദ് വ്യവസ്ഥ, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ പരിശോധിച്ച് നോക്കിയാൽ സഹകരണ മേഖല 2800 കോടി രൂപ അവരിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 5-6 ദിവസം കൊണ്ട് സംഭരിച്ചിട്ടുണ്ട്. അത് സംഭരിക്കാമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പോഴും പറയുന്നത് ആ 2800 രൂപ സംഭരിച്ചത് എവിടെയും കൊണ്ടുപോകാൻ സാധിക്കില്ല. അത് ഇവിടെ കൊണ്ടുപോകാൻ സാധിക്കില്ലെങ്കിൽ പിന്നെ അതിൻ്റെ അർത്ഥം സഹകരണ പ്രസ്ഥാനങ്ങൾ മുഴുവൻ തകരില്ലേ? ഇപ്പോൾ ജോർജ് കുര്യൻ പ്രദാനം ചെയ്യുന്ന നിരവധി സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടല്ലോ. ഇവിടെ ഇന്ദ്രപ്രസ്ഥം ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ ഒരു സഹകരണ സ്ഥാപനമല്ലേ, അവിടെ അതെല്ലാം കള്ളപ്പണമാണ് എന്ന് പറഞ്ഞാൽ അതും പറയട്ടെ കള്ളപ്പണമാണെന്ന്. സഹകരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യക്ക് മാതൃകയായ ഒരു ശൃംഖല രൂപപ്പെടുത്താൻ കഴിഞ്ഞ സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേരളത്തിലെ സഹകരണ മേഖല. ആ സഹകരണ മേഖലയെ പൂർണ്ണമായിട്ട് തകർക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായൊരു നീക്കമാണ് ജോർജ് കുര്യൻ്റെ പാർട്ടി ഈ കേരളത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാതകം. അതേപോലെ തന്നെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ജനങ്ങളെ മുഴുവൻ മുഖവിലക്കെടുക്കാതെ അവരെല്ലാം ശത്രുപക്ഷത്തിൽ നിർത്തിയിട്ട് അവരെ പ്രചരണത്തിൻ്റെ ആയുധം ഉപയോഗിച്ച് എല്ലാം ഈ കള്ളക്കടക്കാർ, അത് കള്ളപ്പണക്കാർക്കും അതുപോലെ തന്നെ ഈ കള്ളനോട്ടുകാർക്കും എന്ന് പറഞ്ഞാൽ ഈ പണം തന്നെ അച്ചടിച്ച് കൊണ്ടുവന്ന് വിൽക്കുന്ന ആൾക്കെല്ലാം എതിരായിട്ടുള്ള നിലപാടാണെന്നാണ്. കള്ളപ്പണത്തിനെതിരായിട്ടാണെന്ന് പറഞ്ഞത് വെറുതെ ശുദ്ധ അസംബന്ധം പറയുകയാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത് 9 ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം ഇന്ത്യയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയിട്ട് ഒരു പൈസ പോലും നികുതി ചുമത്താനോ അതിന് തിരിച്ചു കൊണ്ടുവരാനോ ഒരു ശ്രമവും നടത്താതെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിന് കിട്ടാക്കടമായിട്ട് കോടിക്കണക്കിന് 6-7 കോടി രൂപ, 6 ലക്ഷം കോടി രൂപ കിട്ടാക്കടമായിട്ട് അവർക്ക് തീരുമാനിച്ച് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ കോർപ്പറേറ്റുകൾക്ക് ഓരോ കൊല്ലം 5 ലക്ഷം കോടി രൂപയുടെ ഇളവുകളാണ് അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന 30 ലക്ഷം കോടിയുടെ ആനുകൂല്യം കൊടുക്കുന്നതിനെ കാണാതെ മനസ്സിലാക്കാതെ അവിടെയും ഇവിടെയും പോയിട്ടുള്ള ഒരാളെ പറ്റി, പ്രത്യേകിച്ച് CPIM-ൻ്റെ പിന്തുണയോടുകൂടി ഇവിടെ UDF ഇവിടെ ഇന്ത്യയിൽ UPA ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്താണ് മുഴുവൻ കുഴപ്പമുണ്ടായത്, വിപ്ലവമാണോ അത് എന്നൊക്കെ ജോർജ് കുര്യൻ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പ്രശ്നമാക്കുന്നില്ല. കാരണം ജോർജ് കുര്യൻ കാണുന്ന വിപ്ലവമൊക്കെ അങ്ങനെയുള്ള വിപ്ലവങ്ങളാണ്. എന്താണ് വിപ്ലവമെന്നും എന്താണ് വിപ്ലവത്തിൻ്റെ നിയമമെന്നും എങ്ങനെയാണ് വിപ്ലവം സംഘടിപ്പിക്കുക എന്നുള്ളതിനെപ്പറ്റിയൊന്നും ജോർജ് കുര്യൻ ഗൗരവത്തിൽ കാണാതെ ആരെങ്കിലും പറയുന്നതിനനുസരിച്ച് അതിൻ്റെ എല്ലാം പരിഹാസത്തിൻ്റെ ഭാഗമായിട്ട് വിപ്ലവത്തെ കാണുന്ന ജോർജ് കുര്യനെ പറ്റിയൊന്നും എനിക്ക് വേറെ വിമർശിക്കാനൊന്നുമില്ല, ഞാൻ വിമർശിക്കുന്നുമില്ല. പക്ഷേ കള്ളപ്പണത്തിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഈ പറയുന്ന കേരളത്തിൻ്റെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഈ പ്രശ്നത്തോടുകൂടി പരിഹാരം കാണുമെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവേണ്ടതില്ല. എന്നാൽ ഞങ്ങളിതിനെതിരല്ല. ഞാൻ ആദ്യം മുതലേ വ്യക്തമാക്കി, ഇങ്ങനെയുള്ള വലിയ നോട്ടുകൾ പിൻവലിക്കുന്നതിൽ ഞങ്ങളിതിരല്ല. ഒന്നുമില്ലെങ്കിൽ കള്ളപ്പണമൊന്നും പൂർണ്ണമായിട്ട് കൊണ്ടുവരാനൊന്നും സാധിക്കില്ലെങ്കിൽ ഒരു കാര്യം പറ്റും, അതായത് കള്ളനോട്ട് കണ്ടെത്താനാവും. ആ കണ്ടെത്താൻ വേണ്ടി എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇടതുപക്ഷ പ്രസ്ഥാനം ഉൾപ്പെടെ വാഞ്ചു കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇത് പൂർണ്ണമായിട്ടും ഈ രീതിയിൽ പിൻവലിക്കണം എന്നാണ്. അങ്ങനെ പിൻവലിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിൻവലിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിട്ട് ജനങ്ങൾക്ക് ഈ നോട്ട് മാറുന്നതിനുമുള്ള സൗകര്യം കൊടുത്തിരുന്നുവെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഗൃഹപാഠം നടത്താതെ നടത്തിയിട്ടുള്ള ഈ ഒരു തരം തുഗ്ലക്കിൻ്റെ ഭരണപരിഷ്കാരം പോലെ ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഞങ്ങൾ വിമർശനം ഏൽക്കും. നിങ്ങൾ വിമർശനം നിങ്ങൾ ഏറ്റുവയ്ക്കും എന്നുള്ളത് ഇവിടെ ജനങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ വിമർശനം ഏൽക്കുന്നുണ്ടോ ഏൽക്കുന്നില്ലോ എന്നുള്ളത് നോക്കിയിട്ടാണോ ഇവിടെ ഈ രാജ്യത്തെ ജനങ്ങൾ കാണുന്നത്? നിങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള ഭ്രാന്ത നിലപാട് ജനങ്ങൾ അനുഭവിക്കുകയാണ്. അങ്ങനെ ജനങ്ങളുടെ മേലെ കുതിര കയറാൻ, ജനങ്ങൾക്ക് നേരെ ഈ പറയുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കാൻ നിങ്ങൾക്ക് ആരവകാശം തന്നു? അതാ പ്രശ്നം. നിങ്ങൾ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് 31% വോട്ടുള്ളത് കൊണ്ട് എന്തും ചെയ്യാമെന്നാണോ?
ജനങ്ങളുടെ മേലെ കുതിര കയറാമെന്നാണോ? ജനങ്ങളുടെ ജീവിതം കൊണ്ട് പന്താടം നടത്താൻ പറ്റുന്നതാണോ? ജനങ്ങളെ യഥാർത്ഥത്തിൽ യാചകരാക്കുന്നു എന്നുള്ളതല്ലേ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള പണി? അപ്പോൾ എന്നിട്ട് അതിൻ്റെ മേലെ കയറിയിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും എന്ന ധാർഷ്ട്യം പ്രഖ്യാപിക്കുകയാണ്. Yes, ഞാൻ ആ തിരികെ ധാർഷ്ട്യം എത്താം. പ്രഖ്യാപിക്കുന്നത് ഭരണകൂടത്തിൻ്റെ ഫാസിസ്റ്റ് രീതിയാണ്. ആ ഫാസിസ്റ്റ് രീതി ഇന്ത്യയിൽ അങ്ങനെ അത്ര വേഗം നടപ്പിലാവുമെന്ന് ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള BJP-ക്കാർ തെറ്റിദ്ധരിക്കേണ്ട. അത് നടപ്പാക്കാൻ പോകുന്നില്ല. ഞാൻ രാജ്യത്തെ ജനങ്ങൾ തിരികെ പ്രതിരോധിക്കുകയും എത്താം. ചെയ്യും. നേരത്തെ ശ്രീ ജോർജ് കുര്യൻ സംസാരിക്കുമ്പോൾ ശ്രീ ദേവദാസ് എന്തോ എന്നോട് ആഡ് ഓൺ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ശ്രീ ദേവദാസ്. ഇതാ ജോർജ് കുര്യൻ ഇപ്പൊ വെല്ലുവിളിക്കുന്നല്ലേ, കേരളത്തിൽ നിലം തൊടാത്ത വെറുതെ അല്ല. എന്തറിയാ, ഇവർക്കെല്ലാം സ്റ്റേറ്റ് പാർട്ടീസിനെല്ലാം ഇവർ ഈ വെള്ളപ്പണം ആക്കുന്ന ഇതിൽ ഇൻഫർമേഷൻ കൊടുത്ത് അതത് സ്റ്റേറ്റിൽ അസോസിയേഷനല്ല കള്ളപ്പണം എല്ലാം വെളുപ്പിച്ചിട്ട് എത്തി. അതുകൊണ്ടാണ് ജനാർദ്ദന റെഡ്ഡി 500 കോടിൻ്റെ കല്യാണം നാളെ നടത്തുന്നത്. 2000 അരി വാങ്ങാനില്ലാത്ത നാട്ടിൽ 500 കോടിൻ്റെ കല്യാണം ഉളുപ്പില്ലാണ്ട് നടക്കുമ്പോൾ ജോർജ് കുര്യന് വായിൽ വെളിച്ചെണ്ണ വായിൻ്റെ തൊണ്ടയിലായിപ്പോയ ഒന്നും പറയാത്ത യെദ്യൂരപ്പ കട്ട് മുടിച്ചു, എന്നിട്ട് അവിടുത്തെ BJP പ്രസിഡന്റാക്കി. ഇവർ രാവിലെ കാക്കിയും കാവിയെല്ലാം ഉടുക്കും, രാത്രി കളവൻ. അതാണ് നരേന്ദ്രമോദി ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ ചീഫായത്, അമിത്ഷാ ചീഫായത്. എന്നാ കുറുവടി എടുത്തിട്ടാ ഒരു ക്രിക്കറ്റ് കളിച്ച പണ്ട് ജയ്ഷെ ഇപ്പം ആക്കിയത്. ലളിത് മോഡിനെ ലണ്ടനിൽ നിന്നിട്ട് രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഇപ്പവും വസുന്ധര രാജ ഹോം മെയ്ഡായിട്ട് നിർത്തിയിന് പ്രസിഡന്റായിട്ട്. എങ്ങനെയാണ് ഇതാവുന്നത്? ഒരു ഭാഗത്ത് 1.5 ലക്ഷം കോടിൻ്റെ IPL കള്ളപ്പണം മാരൻ ബ്രദേഴ്സും എല്ലാം കളിക്കുക, അതിന് രാജീവ് ശുക്ലയും കോൺഗ്രസും NCPയും BJP ഒരുമിക്കുക, എന്നിട്ട് സുപ്രീം കോടതിയെ ലോധ കമ്മീഷനെ വെച്ച് തടയാൻ നോക്കുമ്പോൾ ഒരു അക്ഷരം അനങ്ങാത്തവർ. IPL 6 ഫിക്സിംഗ് ദാവൂദ് ഇബ്രാഹിം ഇടപെട്ടത്. ദാവൂദ് ഇബ്രാഹിം ഇടപെട്ടിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ ടെറർ ഫിനാൻസർ ദാവൂദ് ഇബ്രാഹിം. 2010 ഇപ്പൊ ശ്രീശാന്തിനെ പുറത്താക്കി തന്നെ ദാവൂദായിട്ട് ലിങ്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് തിരുവനന്തപുരത്ത് സീറ്റും കൊടുത്തിട്ട് ഇപ്പൊ ദാവൂദിന്റെ പേര് പറയുന്നില്ലേ. ഇവ കള്ളപ്പണക്കാർ. ഏതാ കള്ളപ്പണക്കാർ എന്ന് പറ. ദാവൂദായിട്ട് ലിങ്ക് ചെയ്യുന്ന IPL-ലുള്ള ബന്ധം അനുരാഗ് താക്കൂറിനാണ്, അല്ലെങ്കിൽ ജെറ്റ്ലിക്കാണ്, അല്ലെങ്കിൽ മറ്റേ PC ജോഷിക്കാണ്. വസുന്ധര രാജ്, സുഷമ സ്വരാജ് രക്ഷപ്പെടുത്തിയിട്ട് പോർച്ചുഗലിൽ പോയിട്ട് ഈ പൈസ ഇടാനാക്കിയ ചർച്ച ചെയ്തല്ലേ, 2 കൊല്ലം മുമ്പേ പറഞ്ഞല്ലേ അവരെ പിടിക്കുന്നു. എന്നിട്ട് കള്ളനോട്ട് കളിച്ചിട്ട് ഇപ്പൊ ജനങ്ങൾ അരി വാങ്ങാൻ ഇപ്പൊ എനക്കെന്നെ 4 മണിക്ക് ടോക്കൺ കിട്ടിയില്ല ഇന്നത്തെ SBI മെയിൻ ബ്രാഞ്ചിൽ നിന്ന്. അതുകൊണ്ട് ഞാനിത് ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുന്നു. അവിടെ നോക്കുമ്പോൾ ATM-ന്റെ ക്യൂ ഇതാ. ഇന്ന് 8:15 അവിടെ ATM-ന് അവിടെയേ പൈസയുള്ളൂ, വേറെ ATM-ൽ പൈസ ഇല്ല. ഇവർ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച 500ഉം 2000ഉം നോട്ട് എന്ന് പറഞ്ഞിട്ടാണ് PP-യും ചെണ്ടയും അടിക്കാൻ പോയത് ജപ്പാനിൽ. ഈ സ്റ്റുപ്പിഡ് അബ്സല്യൂട്ട്ലി സ്റ്റുപ്പിഡ്സ്. എന്നിട്ട് 500ന്റെ നോട്ട് കാലിബ്രേറ്റ് ചെയ്തിട്ടില്ല പോലും, 2000ന്റെ കാലിബ്രേറ്റ് നിങ്ങൾ എന്നിട്ട് ഇന്ന് ആ ഇമോഷൻസിനെ ഓവർകം ചെയ്യാൻ രാഹുലിന്റെ ഫോട്ടോ വെപ്പ് പോലെ അമ്മേനെ കൊണ്ട് വന്നിട്ട് ഇങ്ങനെ നിർത്തുന്നു. വേറെ ഭാര്യയെ എടുത്തു, ഭാര്യനെ നോക്കാണ്ട് പുറത്തിറങ്ങി മുത്തലാക്ക് 3 പ്രാവശ്യം പോലും പറയാണ്ട് ഭാര്യനെയും വിട്ട് ഓടിയതായി ഈ മോഡി. ആ മോഡിക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. എന്തറിയാ, ഒരു മനസാക്ഷിയില്ല. 2002 കൊന്നു തള്ളിയപ്പോൾ 3 ദിവസം ഫോൺ എടുത്തില്ല. മനസാക്ഷി MP ചാവുന്ന പറഞ്ഞിട്ട് ഫോൺ എടുത്തപ്പോൾ ജാഫ്രി ഫോൺ ചെയ്തപ്പോൾ എടുത്തില്ല. അതുകൊണ്ട് അതിനൊന്നും ഇവിടുത്തെ ജനങ്ങൾക്ക്. എന്നാലും കോർപ്പറേറ്റിനെ രക്ഷിക്കണം. Paytm എന്ന് പറയുന്നതും ജിയോനും വേണ്ടിയിട്ട് അഡ്വർടൈസ് ചെയ്തതിന് ഈ സ്റ്റുപ്പിഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഒരു പ്രൈവറ്റ് കമ്പനിക്ക്. എന്നിട്ട് അതോ നാച്ചുറൽ ഗ്യാസ് കട്ട KG ബേസിൻ റിസർവ് 11,000 കോടിക്ക് കട്ടവന അറസ്റ്റ് ചെയ്യാണ്ട് ഇവിടെ മുരുട കട്ടവന സെൻട്രൽ ജയിലിലാക്കുന്ന സ്റ്റുപ്പിഡിറ്റിയാണ് കളിക്കുന്നത്. ശ്രീ ഷഫീർ, ഇവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതിപക്ഷം വലിയൊരു അനാസ്ഥ കാണിക്കുന്നുണ്ട്. കാരണം ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വേണ്ട രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുവരുന്നില്ല. സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഒരു നിലവിലത്തെ ഒരു രാഷ്ട്രീയ അവസ്ഥയിലെ ഒക്കെ ഒരു പശ്ചാത്തലം ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ അതിന് വലിയൊരു ദിശാബോധം വേണം. ഈ വിധത്തിൽ ഒരു ഭാഗത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെ വലിയ തർക്കങ്ങൾ നടക്കുന്നു, പ്രത്യേകിച്ച് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട്. ഇതിന്റെയൊക്കെ ഇടയിൽ നിന്ന് വേണം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഗൗരവതരമായി ഈ വിഷയത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനാകും, അതിന് ഒരു ഓപ്ഷൻ ആവാൻ എങ്ങനെ കഴിയും? സൗമ്യ അറിഞ്ഞില്ലേ? സൗമ്യ ഈ വാർത്ത വായിക്കുന്നതിനിടയിൽ മനസ്സിലാക്കാത്തതാണെന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതൃനിര ഒന്നാകെ പല പാർട്ടികളുണ്ടായിരുന്നു. പ്രതിപക്ഷത്ത് എന്ന് പറയുമ്പോൾ UPA-യുടെ ഭാഗമായിട്ടില്ല, മറ്റു പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഡെലിഗേറ്റുകൾ ഇന്ന് രാഷ്ട്രപതിയെ കണ്ടിട്ട് ഈ തീരുമാനം വയലേറ്റ് ചെയ്യപ്പെട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ആ വിഷയം ഉന്നയിക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹവുമായിട്ട് അവരുടെ പ്രതിഷേധം കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. നാളെ പാർലമെൻറ്റ് തുടങ്ങുന്നു. നാളെ പാർലമെൻറ്റിലെ ഇഷ്യൂ അതിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല. ഞാൻ ഒരു കാര്യം നമ്മുടെ BJP വക്താവ് കുര്യൻ അദ്ദേഹം
ഞങ്ങൾ ഉന്നയിച്ച ഞാനോ ഗോവിന്ദ മാസ്റ്റർ ഉന്നയിച്ച ഒരൊറ്റ വിഷയത്തിനും അദ്ദേഹം മറുപടി പറയാതെ രാഹുൽ ഗാന്ധിയെ കുറേ ചീത്ത വിളിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഞാനിവിടെ പറയട്ടെ, അദ്ദേഹം പറഞ്ഞെന്താ, ഒരു പകലന്തിയോളം പണിയെടുക്കുന്നവൻ അവൻ ATM-ൽ കൊണ്ടിട്ട പണം തിരിച്ചെടുക്കണമെങ്കിൽ, അവൻ ബാങ്കിൽ കൊണ്ടിട്ട പണം തിരിച്ചെടുക്കണമെങ്കിൽ അവൻ്റെ കയ്യിൽ മഷി പുരട്ടണം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുക, കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ആധികാരികമായി നിങ്ങളോട് പറയുക, ഇതുപോലൊരു ഇഷ്യൂ ബ്രിട്ടനിൽ വന്നു. യൂറോപ്യൻ യൂണിയനുമായി ചേരണോ ചേരണ്ടയോ വിഷയം വന്നു. അവിടുത്തെ പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ ചെയ്തെന്താണെന്നറിയോ? ബ്രെക്സിറ്റ് എന്ന പേരിൽ ഹിതപരിശോധന നടത്തി. ഞാൻ ശ്രീ കുര്യനെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾക്ക് ഈ രാജ്യത്തിലെ പാവപ്പെട്ടവർക്ക് പേരെ ഞങ്ങളാണ് ചെയ്തത്, ഞങ്ങൾ ഇനിയും ചെയ്യും, അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്തിലെ 29 സംസ്ഥാനങ്ങളിലും പെട്ടി വെച്ചുകൊണ്ട് ഹിതപരിശോധന നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഡേവിഡ് കാമറൂണിനെ പോലെ നിങ്ങൾ ഹിതപരിശോധനയിൽ പരാജയപ്പെട്ടാൽ നരേന്ദ്രമോദി മാപ്പ് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് നിന്ന് മന്ത്രിസഭ പിരിച്ചുവിട്ട് പുറത്തു പോകുമോ? ഇതൊരു ചോദ്യമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളാണ് ഇവിടുത്തെ അധോലോകത്തെയും അതുപോലെ തന്നെ അംബാനിമാരെയൊക്കെ വളർത്തി. നിങ്ങൾ പറഞ്ഞല്ലോ 2,66,54,991 കോടി രൂപ. ഞാൻ പറഞ്ഞ കണക്കാണ്, എൻ്റെ കണക്കാണ്, കൃത്യമായ കണക്കാണ്. ഇത്രയും പണം അധോലോകത്തിൻ്റെ പേരിൽ മറ്റൊരു രാജ്യത്ത് നിക്ഷേപിക്കപ്പെട്ട ശ്രീ അംബാനി ഡിസംബർ മാസം 31-ാം തീയതി വരെ ഫ്രീ ആയിട്ട് സിം കൊടുക്കുന്നു എന്ന് പറഞ്ഞു. സ്വാമി മനസ്സിലാക്കേണ്ടതിൻ്റെ പേരിലൊരു അപകടം എന്നറിയോ? അവർ പറഞ്ഞു 15 ലക്ഷം കോടി രൂപയുടെ ഇടപാടാണ്. ഫ്രീ സിം, ഫ്രീ നെറ്റ്, ഫ്രീ പരിപാടികൾ. അപ്പോൾ ഇതിൽ ജനങ്ങളും ഒന്നാകെ ജിയോയുടെ പുറകെ ഓടി. യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താ? കട്ട് ഓഫ് ഡേറ്റ് വെച്ചു. ഡിസംബർ 31 വരെ മാത്രമേ ഫ്രീ ആനുകൂല്യം കിട്ടുകയുള്ളൂ. നരേന്ദ്രമോദി ഇപ്പോൾ പറഞ്ഞെന്താ? നിങ്ങൾക്ക് നോട്ടുകൾ വെളുപ്പിക്കാനും നോട്ടുകൾ മാറ്റാനുമുള്ള കട്ട് ഓഫ് ഡേറ്റ് ഡിസംബർ 31. ജിയോയിൽ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ കിട്ടുന്ന കട്ട് ഓഫ് ഡേറ്റ് ഡിസംബർ 31 എന്ന് പറഞ്ഞാൽ 15 ലക്ഷം കോടി രൂപ ജിയോയുടെ പേരിൽ അംബാനി നിക്ഷേപിച്ചിരിക്കുകയാണ്. അംബാനി നിക്ഷേപിച്ച പണത്തിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് ഡിസംബർ 30 കഴിയുമ്പോൾ പണം പിൻവലിക്കാനുള്ള ഡേറ്റ് ഡിസംബർ 30 മോഡി പ്രഖ്യാപിക്കുമ്പോൾ അതിനുശേഷം അംബാനി മുടക്കിയ 15 ലക്ഷം കോടി അത് ലാഭമായി തിരിച്ചു വരികയാണ്. അപ്പോൾ ഇത് രണ്ടും ചേർന്നുള്ള കളിയാ. നിങ്ങൾക്കറിയോ, 6 മാസം മുമ്പ് ഈ പ്രോസസ്സ് തുടങ്ങിയെങ്കിൽ 1 മാസം മുമ്പ് അധികാരമേറ്റ അംബാനിയുടെ PRO ആയി പ്രവർത്തിച്ച ഊർജിത് പട്ടേൽ രഘുരാം രാജനെ പറഞ്ഞു വിട്ടിട്ട് ചെവിക്ക് പുറത്താക്കിയതിനു ശേഷം നിങ്ങൾ കൊണ്ട് പ്രതിഷ്ഠിച്ച രഘുരാം രാജന് പകരം പ്രതിഷ്ഠിച്ച ഊർജിത് പട്ടേൽ, അദ്ദേഹത്തിൻ്റെ ഒപ്പ് 6 മാസം മുമ്പ് നിങ്ങൾ ഈ നോട്ടെടുത്ത് തുടങ്ങിയെങ്കിൽ ഇപ്പോഴെങ്ങനെ അദ്ദേഹം 1 മാസം മുമ്പ് ചാർജ് എടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എങ്ങനെ വന്നു? അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് വളരെ വ്യക്തമായി ചോദിക്കുന്നു, നിങ്ങളാണോ ആദ്യമായിട്ട് നോട്ട് പിൻവലിച്ചത്? 977-ൽ മൊറാർജി ദേശായി പിൻവലിച്ചു. രാജ്യത്തിൽ ഒരുത്തനെയും റോഡിലിറക്കി നിർത്തിയിട്ടില്ല. 978-ൽ ഇന്ദിരാഗാന്ധി നോട്ട് പിൻവലിച്ചു. അന്നത്തെ 500 രൂപ പിൻവലിച്ചു. രാജ്യത്ത് ഒരാളെയും ക്യൂ നിർത്തിയില്ല. 2014-ൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇല വീഴുന്ന ശബ്ദം കേൾക്കാതെ 500-ന്റെയും 1000-ന്റെയും പഴയ നോട്ടുകൾ പിൻവലിച്ചുകൊണ്ട് ISIയുടെ കള്ളനോട്ടുകൾ പിൻവലിച്ചു. ഒരാളെ നിർത്തിയില്ല. ഇത് എക്കണോമിക്സ് ആണ്. ആ എക്കണോമിക്സ് പഠിക്കണം. ആരെങ്കിലും ഉപദേശം കേട്ടുകൊണ്ട്. അതുപോലെ വേറെ കാര്യം ചോദിച്ചോട്ടെ, അമിത്ഷാ അറിഞ്ഞു എന്ന് പറയുന്നു. നോട്ട് മാറ്റത്തെ സംബന്ധിച്ച് ആകെ അറിഞ്ഞത് അമിത്ഷാ. അമിത്ഷാ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഉടമയാണ്? ഏത് ഭരണഘടനാ സ്ഥാനം വഹിക്കുന്നുണ്ട്? സ്വാഭാവികമായും ഇത്തരം പ്രഖ്യാപനങ്ങൾ പല ചർച്ചകൾ വരേണ്ടതാണ്. ഇപ്പോൾ ശ്രീ ജോർജ് കുര്യൻ പറയുന്നുണ്ട് കാത്തിരുന്ന് കാണാം നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു കോൺഫിഡൻസ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഇടപെടൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ്ങുകളുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ്ങുകളുണ്ടോ? നമുക്കിത് കരകയറാനാകുമോ? അല്ല, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പോളിസി നടപ്പിലാക്കുമ്പോൾ രാജ്യത്തെ മുഴുവൻ കറൻസിയെ അഫക്റ്റ് ചെയ്യുന്ന പോളിസി, ബഹുഭൂരിപക്ഷം ആൾക്കാരെ അഫക്റ്റ് ചെയ്യുന്ന പോളിസി നടപ്പിലാക്കുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് അവർ ഈ വേണ്ടത്ര മുൻകരുതൽ എടുക്കാതെ ചെയ്തൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഈ അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നങ്ങളാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന് കറൻസി സിസ്റ്റം നമ്മൾ നോക്കിയാൽ നമ്മുടെ മിനിമം റിസർവ് സിസ്റ്റമാണ്. ആ സിസ്റ്റം ഫോളോ ചെയ്യുന്നതിന് പ്രിന്റിങ്ങിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. RBIയും ഗവൺമെൻറ്റും കൂടെ ഒന്നിച്ചിരിക്കേണ്ടതുണ്ട്. അപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 100-ന്റെ നോട്ട് നേരത്തെ അടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ എല്ലാവരും അറിയുമായിരുന്നു. ആ വാദഗതിയോട് ഞാൻ യോജിക്കുന്നതേ ഇല്ല. കാരണം റിസർവ് ബാങ്കിന് വളരെ രഹസ്യമായിട്ട് ഇത് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. അങ്ങനെ ചെയ്തിട്ടുമുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അടിച്ചിരുന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ ആവുമായിരുന്നു എന്നുള്ള വാദഗതിയോട് യോജിക്കുന്നില്ല. അത് തെറ്റായ അല്ല. അപ്പോൾ അത് നേരത്തെ പ്രീ പ്ലാനിങ് ഇല്ലാതെ പോയത് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലാണ്. ഒരുപക്ഷെ ഇതിൻ്റെ ലീക്കാവും എന്നുള്ള പേടിയിൽ പെട്ടെന്ന് ലീക്കായി ഇപ്പോൾ UPയിലെയും മറ്റു ഇലക്ഷൻ വരുന്നു, അതിൽ ബാക്ക്ലാഷ് ഉണ്ടാകുമോ അതിൻ്റെ പേടിയിൽ ഇത് മറച്ചു വെച്ചുകൊണ്ട് നടത്തിയത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പം മിനിസ്ട്രിയിൽ പോലും പലരും അറിഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു കാര്യം, ബാങ്കുകളിൽ 3 ലക്ഷം കോടിയോളം രൂപ അധികമായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരു വെപ്പണാണ് ഗവൺമെൻറ്റിന്. കാരണം ഗവൺമെൻറ്റിന് 9%, 8% ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യണം. അതിന് നമുക്ക് സേവിങ്സ് ഇല്ല.
ഡൊമസ്റ്റിക് സേവിങ്സ് 33% ഓഫ് GDP മാത്രമാണുള്ളത്. നമുക്ക് ഏകദേശം 40% ഓഫ് GDP സേവിങ്സ് ഉണ്ടായാൽ മാത്രമേ, ദേശീയ വരുമാനത്തിന് 40% ഉണ്ടായാൽ മാത്രമേ 8%, കാരണം ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ 5 അസ്യൂം ചെയ്താൽ 8% ഗ്രോത്ത് വരൂ. അപ്പോൾ ഇപ്പം ഈ വരുന്ന 3 ലക്ഷം കോടി രൂപയോളം അതൊരു വളരെ, കാരണം മാർക്കറ്റിലേക്ക് ഇനി ഇറങ്ങത്തില്ല, കാരണം ഇത് ലോണായിട്ട് കൊടുക്കുന്നതിന് പകരം ഇപ്പോൾ ഗവൺമെന്റിന്റെ ഫൈനാൻസിങ്ങിന് വേണ്ടിയായിരിക്കും ഇത് കൂടുതൽ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, RBIയിലേക്ക് ക്ലെയിം ചെയ്യാൻ പോകുന്ന നോട്ടുകളിൽ 2 ലക്ഷം കോടി രൂപ കുറവ് വരും. കാരണം കള്ളപ്പണം തിരികെ RBIയിൽ എത്തില്ല, പല കള്ളപ്പണവും നശിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ 2 ലക്ഷം കോടിയോളം രൂപ RBIക്ക് ക്രെഡിറ്റ് ആവും. ഈ ക്രെഡിറ്റ് ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ നമ്മുടെ ധനകാര്യ കമ്മി ഇപ്പോഴത്തെ 3%, 3.5% നിന്ന് 1% കുറയ്ക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട എക്കണോമിക്സ്. ഉർജിത് പട്ടേലും ഫിനാൻസ് മിനിസ്റ്ററും കൂടി ചേരും, അത് സാധാരണ ജനത്തിന് അറിയത്തില്ല. മൂന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, കള്ളപ്പണത്തിൻ്റെ വെപ്പൺസായ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പലതും ഇഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നില്ല. അത് ഗവൺമെൻറ് തന്നെ അറിയാം, ഗവൺമെൻറ് കുറ്റം കൊണ്ടല്ല, അതിൻ്റെ മെഷീനറിയുടെ ഇംപ്ലിമെൻറ്റേഷൻ, പ്രോപ്പറായിട്ടുള്ള ലോ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതൊരു ഈസി വേ ആണ്. ഈ വെപ്പൺ, അതായത് ഈ വെപ്പൺ ഇപ്പം എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ വെപ്പൺ കറൻസിയിലാണ് പിടിക്കുന്നതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കള്ളപ്പണത്തിൻ്റെ തീർച്ചയായിട്ടും കള്ളപ്പണം ഒരുപാട് പുറത്താവും. ആ പുറത്താവുന്നത് വഴി ഈ എഫക്റ്റീവായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഉപയോഗിക്കേണ്ട മെഷീനറി എഫക്റ്റീവ് അല്ലാത്തത് കൊണ്ട് മറ്റൊരു രീതിയിൽ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് മൂന്നും ഇതിൻ്റെ പിന്നിലുണ്ട്. ഇത് പലരും ചർച്ച ചെയ്യപ്പെടാറില്ല. അപ്പോൾ ബാങ്കുകളിൽ നിക്ഷേപങ്ങൾ കുന്നുകൂടുന്നുണ്ട്. ഈ നിക്ഷേപം ഇനി ബാങ്കുകൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലം, ഇത് എങ്ങനെ ഫിനാൻസ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പം US നോക്കിയാൽ സബ്പ്രൈം ക്രൈസിസ് ഉണ്ടായത് ബാങ്കുകളിൽ നിക്ഷേപം ഒരുപാട് വന്നു, പക്ഷേ നിക്ഷേപം കൊടുക്കാനായിട്ട്, എക്കോണമിയിൽ കൊടുക്കാനായിട്ടുള്ള സംഗതികളില്ലാതെ. ഇപ്പോൾ ബാങ്കുകളുടെ ശ്രദ്ധ മുഴുവൻ ഈ ഡിസംബർ വരെയെങ്കിലും മുഴുവനായിട്ടുള്ള ശ്രദ്ധയും നോട്ട് മാറാനും നോട്ട് എക്സ്ചേഞ്ചിനും മാത്രമാണ്. അപ്പോൾ ഞാനിപ്പോൾ പല ബാങ്കേഴ്സുമായിട്ട് ഇന്ന് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്ന അവർ വേറെ ഒരു ശ്രദ്ധയില്ല. അപ്പോൾ വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, കുറച്ച് ദിവസത്തേക്കെങ്കിലും ഈ ഫിനാൻസിങ് പ്രശ്നമായി വരികയും ഈ ഫിനാൻസിങ് മാർക്കറ്റിലേക്ക് വരാതിരിക്കുകയും അത് നമ്മുടെ ഉൽപ്പാദന മേഖലകളെ ഒരുപാട് ബാധിക്കുകയും അത് ഭാവിയിലുള്ള ഗ്രോത്ത് റേറ്റിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ, ഒരു വശത്ത് ഗ്രോത്ത് റേറ്റിനെ ഉണ്ടാക്കാൻ വേണ്ടി ഈസി വേ ചെയ്യുന്നെങ്കിൽ മറുവശത്ത് ഇതിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം 70% ഓഫ് GDP എന്ന് പറയുന്നത് കൺസംഷനിലൂടെയാണ്. കൺസംഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എക്കോണമിക്ക് പ്രശ്നങ്ങളുണ്ടാവും. ശ്രീ ജോർജ് കുര്യൻ, ഇവിടെ നമ്മൾ സംസാരിക്കുന്ന, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 7 ദിവസങ്ങൾക്ക് ഇപ്പുറമാണെന്ന് കൂടി ചിന്തിക്കണം. ഈ നീണ്ട നിര ബാങ്കുകൾക്ക് മുന്നിൽ പലരും കിലോമീറ്ററുകളോളം നടന്ന് ഇവിടെ എത്തി, പലരും കുഴഞ്ഞു വീണ് മരിക്കുന്ന അവസ്ഥ പോലും ഉണ്ടാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടൊക്കെയാണ് താങ്കൾ അടക്കമുള്ളവർ പറയുന്നത് ആർക്കും ഒന്നും സംഭവിച്ചില്ല എന്ന്. ഇപ്പോഴും വലിയ കള്ളപ്പണം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നവർ ഇപ്പോഴും അത് വെളുപ്പിക്കുന്നുമുണ്ട്. ശ്രീ ജോർജ് കുര്യൻ. അല്ല, ഇവരെല്ലാം പറഞ്ഞതിന് മറുപടി പറയണ്ടേ? തീർച്ചയായും. ഗോവിന്ദൻ മാഷ് പറഞ്ഞത് വിപ്ലവം എന്താണെന്ന് എനിക്കറിയത്തില്ലെന്നാണ്. സക്കീർ ഹുസൈൻ ഇപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. സക്കീർ ഹുസൈനെ പറ്റി, സക്കീർ ഹുസൈന് എങ്ങനെയാണ് ആൾക്കാരെ തട്ടിക്കൊണ്ട് പോയിട്ടാണ് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയത്, അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി. കാരണം ഈ ചർച്ചയിൽ സംസാരിച്ചവരെല്ലാം ഈ രീതിയിലാണ് സംസാരിച്ചത്. വളരെ സ്റ്റുപ്പിഡ് എന്നും പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. അപ്പോൾ ഇളമരിയും കരിയും 5 കോടി രൂപ മന്ത്രിയായിരുന്നപ്പോൾ കാറി കയറ്റിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി വെച്ചു വന്ന് ഒരു കൊളുന്ത് പയ്യൻ എല്ലാ TV-യിലും നിന്ന് പറയുന്ന ഡ്രൈവർ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളെയാണ് അന്വേഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. വിപ്ലവം ജയിക്കട്ടെ, ഇൻക്ലാബ് സിന്ദാബാദ്. അപ്പോൾ അതാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞ് എനിക്കറിയാമല്ലെന്നുള്ള ആ വിപ്ലവം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞല്ലോ UPA സപ്പോർട്ട് ചെയ്ത സമയത്ത് സംഭവിച്ചു എന്നുള്ളത്. ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ 2 അഴിമതികൾ, ടെലികോം അഴിമതിയും അതുപോലെ തന്നെ കൽക്കരി കുംഭകോണവും ഇവർ പിന്തുണച്ച കാലഘട്ടത്തിലാണ് സംഭവിച്ചത്. 2007 ഒക്ടോബർ മാസം 30-ാം തീയതിയാണ് ടെലികോമിൻ്റെ സൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ കൽക്കരി കുംഭകോണം 2008 ഡിസംബർ 8 വരെയായിരുന്നു. 2008 ജൂൺ 3 വരെ ഇവർ പിന്തുണച്ചിട്ടുണ്ട്. അത് തന്നെയല്ല ഇവർ പറയുന്നുണ്ടല്ലോ ഈ അംബാനിയെ പറ്റി. നിങ്ങൾ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ, നിങ്ങൾ പിന്തുണച്ചിരുന്ന കാലഘട്ടത്തിൽ 1 രൂപ ഫൈനടയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ചയിൽ 10,000 കോടിയല്ലേ ആ അംബാനിക്കെതിരെ ഫൈനടിച്ചത്? പറഞ്ഞാൽ ഞാൻ ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും എഴുതി വെച്ചു. അത് പറയരുത്, ഇപ്പോഴത്തെ സാഹചര്യത്തെ കുറിച്ച്, അതായത് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്ന് 7 ദിവസം പിന്നിടുമ്പോഴും ഇപ്പോഴും നമ്മുടെ സാധാരണ ആളുകൾ പണം മാറിയെടുക്കാനില്ലാതെ ബാങ്കുകൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. അതിന് മറുപടി പറയേണ്ടി വരില്ലേ നമ്മുടെ പ്രധാനമന്ത്രി? മറുപടി പറയാൻ, ഇവര് പറഞ്ഞതിനൊക്കെ മറുപടി പറയാൻ സമയം തരാൻ പറ്റില്ല. നിങ്ങൾ വിളിക്കരുത്.
നിങ്ങൾ എന്തിനാ കിടന്ന് പിടയ്ക്കുന്നത്? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോഴത്തെ സാഹചര്യത്തെ കുറിച്ച് താങ്കൾ ഇതുവരെയും ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ടാണ്. 10 മിനിറ്റ് കൊടുത്തില്ലേ അവർക്കൊക്കെ? അല്ലല്ല, അവര് പറഞ്ഞപ്പോഴ് അവര് വളരെ വൃത്തികെട്ട രീതിയിലാണ് പറഞ്ഞത്. ആ സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞ താടി വെച്ച മനുഷ്യനുണ്ടല്ലോ, എന്തൊക്കെയാണ് പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയെ പറ്റി? ഇല്ല, അതിനെല്ലാം മറുപടി പറയണം ക്ലിയർ ആയി തന്നെ. അത് അങ്ങനെയല്ല പറയേണ്ടത്. ഞാൻ പറയട്ടെ ഷബീർ പറഞ്ഞില്ലേ, അതാണ് പറഞ്ഞത്. ഷബീർ പറഞ്ഞില്ലേ ഹനുമാൻ എന്താ പറഞ്ഞ ബ്രെക്സിറ്റിന്റെ കാര്യം? നിങ്ങൾ 1,76,000 കോടി രൂപ കട്ടെടുത്ത സമയത്ത് ബ്രെക്സിറ്റിന് പോയില്ലല്ലോ. 1,86,000 കട്ടെടുത്തപ്പോ ജനങ്ങളോട് ചോദിച്ചില്ലല്ലോ. IPL അഴിമതിയുടെ കാലത്ത് ചോദിക്കാൻ വയ്യല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് അങ്ങരുടെ ഒരു കത്തിയെടുത്ത് കൊടുക്ക്. കമ്മ്യൂണിസ്റ്റുകാരനല്ലേ TP ചന്ദ്രശേഖരനെ വെട്ടിപോലെ വെട്ടട്ടെ, ഒരു വാളെടുത്ത് കൊടുക്ക്. കാരണം അദ്ദേഹം ഉപയോഗിച്ച ഭാഷ എന്താണ്? അപ്പൊ അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത തലമുറകൾ ഈ കഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, അതായത് 1 or 2 തലമുറകൾ കഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറച്ച് ദുഃഖം അനുഭവിക്കേണ്ടി വരും, ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാലും അത് ഫാസിസമാണ്. കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, അത് അംഗീകരിക്കുന്നു. അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്. ഒരു യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ ജനങ്ങൾ കഷ്ടപ്പെടുന്നോ ആ രീതിയിൽ കഷ്ടപ്പെടേണ്ടി വരുന്നു. തീർച്ചയായിട്ടും ഇതിനെ വിലയിരുത്തേണ്ടത് ഈ നടപടിക്ക് ശേഷമാണ്. പിന്നെ 100 രൂപ നോട്ട് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചോദിക്കില്ലേ, ഇതെന്തുകൊണ്ട് ATM-ൽ കൊണ്ടുവന്ന് വെക്കാൻ പാടില്ലായിരുന്നുവെന്ന്, ഇതെന്തുകൊണ്ട് ബാങ്കുകളിലേക്ക് കൊണ്ടുവരാന്മാരായിരുന്നുവെന്ന്? ഈ ATM-കളിൽ 100 രൂപ നോട്ട് മാത്രം നിറച്ചാലോ അതും അറിയല്ലേ, അതും വലിയ രഹസ്യമാണോ? അപ്പോൾ തന്നെ ജനങ്ങൾക്ക് പിടികിട്ടിയല്ലേ? ഈ കള്ളനോട്ടുകാർക്കും അതുപോലെ കള്ളക്കടത്തുകാർക്കും മനസ്സിലാവില്ലേ? അപ്പോൾ തന്നെ അവർ മാർക്കറ്റിൽ ഈ 500 രൂപയും അതുപോലെ 1000 രൂപയും ചിലവാക്കില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുന്നറിയിപ്പായിട്ട് മാറും. ലോകത്തെ എല്ലാ രാജ്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ മാത്രമേ സംഭവിക്കാതിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ കള്ളനോട്ടുകൾ അല്ലെങ്കിൽ കള്ളപ്പണം വെള്ളത്തിലേക്ക് വലിച്ചെറിയുന്നത്, അല്ലെങ്കിൽ അത് കൊണ്ടുപോയിട്ട് ചവറ്റുകൊട്ടയിൽ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വളരെ ശക്തമായിട്ടുള്ള നടപടിയാണ്. അതുകൊണ്ട് അതിനെ വിമർശിക്കാം, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായതിനെ വിമർശിക്കാം. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. കാരണം അത് സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ്, BJP ഏറ്റെടുക്കേണ്ടതാണ്. പക്ഷേ അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നത് ഈ രാജ്യത്തിന്റെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് ഞാൻ തിരികെ എത്താം. ഒരു ഇടവേള അനിവാര്യമായിരിക്കുകയാണ്. താങ്കളുടെ മറുപടി കൊണ്ട് തന്നെ ആയിരിക്കും ഞാൻ വീണ്ടും ചർച്ച തുടങ്ങുക. ദയവായി തുടരുക അതിഥികൾ. ഒരു ഇടവേളയിൽ തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ ജോർജ് കുര്യൻ, പക്ഷേ ഇവിടെ ചർച്ചയിൽ പൊതുവിൽ ഉയർന്നു വന്ന വിഷയത്തിലേക്ക് തന്നെ വരാം. ഒരു ഭാഗത്ത് കള്ളനോട്ടുകൾ തടയാനായി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ടെങ്കിലും കള്ളപ്പണം അത് വലിയ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നത്, അത് വെളുപ്പിക്കപ്പെടുന്നത് എവിടെയൊക്കെയാണ്? അവിടെയാണ് ശ്രീ ദേവദാസ് അടക്കം സൂചിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനമായ ഒരു ഉദാഹരണം IPL അടക്കമുള്ള കാര്യങ്ങളാണ്. വൻ കോർപ്പറേറ്റുകൾ അവരാരും ഇന്ന് ഈ ഒരു ബാങ്കിന് മുമ്പിലുള്ള ക്യൂവിലും നമ്മൾ കണ്ടില്ല. 7 ദിവസം കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴും കയ്യിലുള്ള പണം മാറ്റാനാകാതെ, നോട്ടുകൾ മാറ്റിയെടുക്കാനാകാതെ ഒക്കെ നമ്മൾ ക്യൂവിലാണ്. ഈ ഒരു സാഹചര്യത്തിലും ഇത്രയും വമ്പന്മാർ, ഇത്രയേറെ കള്ളപ്പണം കയ്യിൽ വെച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ അത് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നവർ, അത് അവരുടെ പ്രോസസ് നിർബാധം തുടരുകയാണ്. അവിടെ എന്ത് നടപടിയാണ് എടുക്കാൻ കഴിഞ്ഞത് ശ്രീ ജോർജ് കുര്യൻ? അല്ലല്ല, അത് എവിടെയാണ്, ആരാണ് കള്ളപ്പണത്തിനെതിരെ? ഗോവിന്ദമാഷ് മുമ്പ് ചോദിച്ചു. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴേ നടപടിയെടുത്തു, SIT രൂപീകരിച്ചു, അതുപോലെ നിയമം നടപ്പിലാക്കി. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം 28-ാം തീയതി 10,000 കോടി രൂപയുടെ, അതായത് രാധാ ടെംപ്ലോയും അതുപോലെ തന്നെ പ്രദീപ് ബർമനും ഒക്കെ ഉൾപ്പെടെയുള്ളവരുടെ പേര് പ്രഖ്യാപിച്ചു. 29-ാം തീയതി സുപ്രീം കോടതി പറഞ്ഞു ഇനി പ്രഖ്യാപിക്കാൻ പാടില്ല, SIT പ്രഖ്യാപിക്കട്ടെ അല്ലെങ്കിൽ അവർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു അതിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ ഒരുപക്ഷെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വിവരങ്ങൾ SITക്ക് കിട്ടിയിട്ടുണ്ടാകും. അത് സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ട് പ്രഖ്യാപിക്കാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, എവിടെ നിന്നാണ് പിടിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്ന എന്തർത്ഥമാണ്? ഇനി ആരാണ്, എവിടെയാണ് കാര്യം എന്താണ് കള്ളപ്പണവുമായി ബന്ധപ്പെട്ട്? അത് ഞാൻ ആവർത്തിക്കുന്നില്ല, അതൊരു കാര്യം. ഇപ്പോഴും ഏറ്റവും കൂടുതൽ കള്ളപ്പണം ഇവിടെ വിനിയോഗിക്കപ്പെട്ടു എന്ന് വ്യക്തമായിട്ടുള്ള, കോടതി പോലും പല ആരിലും സംശയിച്ചിട്ടുള്ള IPL, അത് എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല? അത് അടക്കമുള്ള കാര്യങ്ങൾ
ബാക്കി എല്ലാ വിഷയങ്ങളും കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിലപാടാണ് ഇവിടെ മോഡി സ്വീകരിക്കുന്നത് എന്ന ആക്ഷേപമുണ്ട് എണ്ണവിലയുടെ കാര്യത്തിൽ പോലും. അല്ലല്ല, ഈ IPLന്റെ കാലത്ത് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണത്. സുപ്രീം കോടതി നേരിട്ട് നിരീക്ഷണത്തിൽ അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോധ കമ്മിറ്റിയുടെ ഒക്കെ അറിയില്ലേ? അത് സുപ്രീം കോടതിയും BCCIയും തമ്മിലുള്ള പ്രശ്നമാണ്. അതിന്റെ അകത്ത് സർക്കാർ എങ്ങനെ ഇടപെടും? അത് സർക്കാർ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കോടതി പൂട്ടിക്കോളും, കോടതി പൂട്ടിക്കോളും, ഒരു സംശയം വേണ്ട. ശ്രീദേവദാസ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് മേഖലയെ പറ്റി എനിക്ക് പറയാനുണ്ട്. ശ്രീദേവദാസ് മറുപടിയിലേക്ക് പെട്ടെന്ന്. ഹലോ, പറഞ്ഞോളൂ ശ്രീദേവദാസ്, കേൾക്കാം. എന്നോടാണോ? തീർച്ചയായും. ഇത് ജോർജ് കുര്യൻ അറിയാൻ BCCIയിൽ ദാവൂദാണ് ഇൻവോൾവ് എന്നാണ് ഡൽഹി പോലീസ് ശ്രീശാന്ത് കേസിൽ പറഞ്ഞത്. അപ്പൊ ദാവൂദ് ഇൻവോൾവ് ആയാലും സെൻട്രൽ ഗവൺമെന്റിൽ ഇടപെടണ്ടേ? അതിന് ഇടപെടാണ്ട് നിന്നുകൊണ്ടാണ് സുപ്രീം കോടതി ഇടപെട്ടിട്ട് ഇതുവരെ ഇല്ലാത്ത ഒരു പ്രമാദം. എന്നിട്ടും BJPന്റെ MP ആയ അനുരാഗ് താക്കൂർ എന്തെല്ലാം കളിയെ കളിച്ച ഇത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ്, ഈ കള്ളപ്പണം വെളുപ്പിക്കുന്ന അറിഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിനെ ഡിഫൈ ചെയ്തിട്ട് 400 കോടി സ്റ്റേറ്റ് അസോസിയേഷന് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാക്കിയിട്ട് മാറ്റിയില്ലേ? ജോർജ് കുര്യൻ ചോദിക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മോഡി ഇപ്പോൾ വാനരന് തീപിടിച്ച പോലെ ഹനുമാൻ ലങ്കയിൽ കത്തിക്കുന്ന പോലെ കത്തിച്ചു. പക്ഷെ 1% കള്ളക്കാരൻ ലളിത് മോഡി മല്ലയെന്നെല്ലാം രക്ഷപ്പെടുത്തി. അമിതാഭ് ബച്ചന്റെ ഏതാണ് പനാമ ലീക്സിൽ അമിതാഭ് ബച്ചൻ കള്ളപ്പണം എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് സ്വച്ഛ് ഭാരതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയില്ലേ? ശില്പ ഷെട്ടി ഡൽഹി അല്ല RRന്റെ ഇതിൽ ബെറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ രാജ്കുന്ദ്രി? എന്നിട്ട് അവളെ യോഗേന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയില്ലേ? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? എങ്ങനെയാണ് ശ്രീശാന്തിന് തിരുവനന്തപുരത്ത് സീറ്റ് കൊടുത്തത്? എങ്ങനെയാണ് ഏക്നാഥ് ഖഡ്സെ ദാവൂദായിട്ട് ലിങ്കുള്ള ആള് മഹാരാഷ്ട്ര മന്ത്രിയായത്? എങ്ങനെയാണ് പങ്കജ മുണ്ടെ 232 കോടി അംഗനവാടിയിൽ നിന്ന് കടലേന്ന് കട്ടത്? എങ്ങനെയാണ് മിസ്റ്റർ ഗഡ്കരി 10% ഈ പൂർത്തി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കമ്പനി പേപ്പർ കമ്പനി ആക്കിയത്? ജെറ്റ്ലി എങ്ങനെയാണ് പേപ്പർ കമ്പനി ആക്കിയതെന്ന് കീർത്തി ആസാദ് ഡോക്ടർ ഷൈജിമോൻ, ഇനിയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇനി ഈ പറയുന്ന ടൈം ലൈനുകളൊക്കെ മതിയാകുമോ ഈ പ്രശ്നം പരിഹരിക്കാൻ എന്നുള്ളതാണ് ഒരു വിദഗ്ധൻ എന്ന നിലയിൽ ഈ മേഖലയിൽ നിന്ന്. ഒരു കാര്യം വേണ്ടുന്നത്, ഞാൻ ആധികാരികമായി തന്നെ പറയാം, ഡിസംബർ 30 കൊണ്ട് ഇതെല്ലാം ശരിയാവുമെന്നൊരു പ്രതീക്ഷയില്ല. കാരണം അത് RBIയുടെ ഡെപ്യൂട്ടി ഗവർണേഴ്സ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിലും ചില ഘടകകക്ഷികൾ തന്നെ അത് പറയുകയുണ്ടായി. ഇത് തീർച്ചയായിട്ടും ഈ വരുന്ന ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡ് വരെ ഇത് തുടരാനാണ് സാധ്യത. ഈ റെസ്ട്രിക്ഷൻസ് എടുത്തു കളയായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഇഫക്റ്റ് മാർച്ച് 31 2017 മാർച്ച് 31 വരെ ഉണ്ടാവും. ഇത് ഇക്കോണമിക്ക് കുറച്ചൊരു തകർച്ച ഉണ്ടാവും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് ഒരുപക്ഷെ ലോങ് റണ്ണിലെ നല്ലതിന് വേണ്ടി ആയിരിക്കാം. എന്നിരുന്നാൽ തന്നെയും പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഗ്ലോബൽ ക്രൈസിസ് വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും മറ്റും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെൻറ്റും ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ ഗ്രോത്ത് കൂട്ടി ഇന്റർനാഷണലി ഒരു വലിയ പ്ലെയറായിട്ട് പ്ലേ ചെയ്യേണ്ട സമയമാണ് ഇന്ത്യൻ ഇക്കോണമി. കാരണം മറ്റുള്ള എക്കോണമീസ് എല്ലാം 3 റീജിയൻസ് തകർന്നിരിക്കുകയാണ്. ചൈന, USA, യൂറോപ്യൻ യൂണിയൻ, ഇവിടുത്തെ എല്ലാ എക്കോണമീസ് തകർന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയാണ് എല്ലാവരും നോക്കിക്കണ്ടിരുന്നത്. അപ്പോൾ ഈ പെട്ടെന്നുള്ള ഈ ഒരു നടപടി ഒരുപക്ഷെ നമ്മുടെ പുറകോട്ടടിക്കും ആ ഒരു സ്ഥാനത്തിന്, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പോർട്സിനെ പുറകോട്ടടിക്കാം, നമ്മുടെ കൂടുതലുള്ള ഗ്രോത്തിനെ പുറകോട്ടടിക്കാം. അതാണ് എൻ്റെ വറി. അപ്പോൾ അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. അതുതന്നെ ആയിരിക്കും ഒരുപക്ഷെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏപ്രിലാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന. അടുത്ത ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഫിഗേഴ്സ് വരുമ്പോഴേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ റിയൽ എസ്റ്റേറ്റ് ആംബിറ്റ് ക്യാപിറ്റൽ റിസർച്ചിൻ്റെ ഒരു പഠനപ്രകാരം ഈ കള്ളപ്പണം സൂക്ഷിച്ചു വെക്കലല്ല, 36% റിയൽ എസ്റ്റേറ്റ് മേഖലയിലും സ്വർണ്ണ മേഖലയിലും എണ്ണപ്പാട മേഖലയിലുമാണ് കിടക്കുന്നത്. അവരെ ആദ്യം പിടിക്കുന്നതിന് പകരം പാവങ്ങളെ പിടിച്ചത് ശരിയായില്ല. 1. 2, ഇന്ത്യയിലെ 78%, കേരളത്തിന് മാത്രമല്ല 78% ആളുകൾ ഏറ്റവും കൂടുതൽ ഒരു ദിവസം ഉപയോഗിക്കുന്നത് 100 രൂപയ്ക്ക് താഴെ മാത്രം ചിലവഴിക്കുന്ന ഒരു രാജ്യത്ത് 2000 രൂപയുടെ നോട്ടായിരുന്നില്ല ആദ്യം ഇറക്കേണ്ടിയിരുന്നത്, 500-ന്റെയും 200-ന്റെയൊക്കെ നോട്ടുകളായിരുന്നു. ഈ തിരിച്ചറിവില്ലാത്തത് രാജ്യത്തെ നയിക്കുന്ന രാജാവിന് അഥവാ പ്രധാനമന്ത്രിക്ക് സാമ്പത്തിക ശാസ്ത്രം അറിഞ്ഞുകൂടാത്തതിന്റെ ഏറ്റവും വലിയ സമയമായി. അല്ല, ജോർജ് കുര്യൻ നേരത്തെ പറഞ്ഞപ്പോൾ വിപ്ലവത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ട് പരിഹാസ്യമായ രീതിയിലുള്ള ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. ഇപ്പോൾ സക്കീറിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളോട് പാർട്ടിക്കുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആരെയും സംരക്ഷിക്കുന്ന നിലപാട് ജോർജ് കുര്യൻ്റെ പാർട്ടി ചെയ്യുന്നത് പോലെ CPM ചെയ്തിട്ടില്ല, ഇനിയോട്ട് ചെയ്യുകയും ചെയ്യില്ല. കള്ളപ്പണത്തിൻ്റെയും കള്ളക്കടത്തിൻ്റെയും ഒന്നും ലിങ്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ നോക്കണ്ട, നിങ്ങൾക്ക് പറയാനും സാധിക്കില്ല. പിന്നെ ഞങ്ങളുടെ പിന്തുണയുള്ള ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായിരുന്ന കാര്യം
ആ ഗവൺമെൻറ്റിന് BJP വരാതിരിക്കാൻ പിന്തുണ കൊടുത്തു എന്നതിൻ്റെ അപ്പുറത്ത് ഒരു ഐക്യവും ഞങ്ങൾ തമ്മിലില്ല. ഞങ്ങൾക്ക് പറയാനുള്ള വിമർശനം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ വിമർശനങ്ങളൊന്നും ഉന്നയിക്കാതെ അതിനെല്ലാം മൂടി വെക്കാൻ വേണ്ടി നടന്ന ഒരു പാർട്ടിയല്ല ഇടതുപക്ഷ പാർട്ടി, പ്രത്യേകിച്ച് CPIM. നിങ്ങളോട് ഒറ്റ കാര്യം ഞാൻ ചോദിക്കാം. ഇവിടെ ഈ 500 രൂപയും 1000 രൂപയും ഇപ്പോഴും ജനങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് നിങ്ങൾ എടുത്തതിന് ശേഷം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവാൻ പോകുന്ന നേട്ടം 9 ലക്ഷം കോടി ഉറുപ്പികയുടെ കള്ളപ്പണം കൊണ്ടുപോയി സൂക്ഷിച്ച ആ 9 ലക്ഷം ഉറുപ്പികയ്ക്ക് സമാവുമോ 5 ലക്ഷം കോടി ഉറുപ്പിക ഓരോ കൊല്ലവും ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് ആനുകൂല്യം ഇന്ത്യയിലെ 100-300 കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിന് നൽകുന്നതിൻ്റെ സമാവുമോ അല്ല ബാങ്കിൽ നിന്ന് എടുത്ത പണം തിരിച്ചടക്കാൻ വേണ്ടി 6-7 ലക്ഷം കോടി ഉറുപ്പിക ഇപ്പോഴും പൂർണ്ണമായിട്ടും എഴുതിത്തള്ളാൻ തീരുമാനിച്ചതിന് സമാവുമോ? ഏതിനെങ്കിലും ഒന്നിന് സമാവുമോ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന നേട്ടം? യെസ്, സമയപരിമിതി കൊണ്ട് ചർച്ച അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ ജോർജ് കുര്യൻ, എൻ്റെ ഒരു കൗതുകം കൊണ്ട് അവസാനമായി ഒരു ചോദ്യം കൂടി വളരെ പെട്ടെന്ന്. താങ്കൾ ക്യൂവിൽ നിന്നോ? എവിടെ നിൽക്കാന് പാവം. ഞാൻ ക്യൂവിൽ നിന്നിരുന്നു. ഞാനത് എല്ലാ പൈസ ചാനലുകളും കിട്ടിയോ? പറഞ്ഞല്ലോ. ടോക്കൺ വിളിച്ചോ? ഞാൻ ക്യൂവിൽ നിൽക്കുകയും ബാങ്കിൽ പോവുകയും എല്ലാ ചാനലുകളും പറഞ്ഞു. ഞാൻ ഇന്നും ബാങ്കിൽ സജീവമായി പോയി പ്രവർത്തിക്കുന്ന തിരക്കില്ലാത്ത ഒരു ബാങ്കിന്റെയും ATM-ന്റെയും ഒക്കെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും സഹായകരമാകും. വേറൊന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞ ഇനി പോകാൻ പറ്റില്ല, ഒറ്റ പ്രാവശ്യം. അതായത് ഞാൻ പോയത് ഏറ്റുമാനൂരിലെ SBI ബ്രാഞ്ചിൽ പോയി, അതുപോലെ ഏറ്റുമാനൂരിലെ കാനറ ബാങ്കിന്റെ ബ്രാഞ്ചിൽ പോയി, എറണാകുളത്തെ പനമ്പള്ളി നഗറിലെ SBIയുടെ കൗണ്ടർ ATM-ൽ പോയിട്ട് പലയിടത്ത് പോകേണ്ടി വന്നു എന്ന് വ്യക്തമായി. പലയിടത്ത് പോകേണ്ടി വന്നു പൈസ എടുക്കാനാണ്. വളരെയധികം ചർച്ചയിൽ സംസാരിച്ചതിന് കള്ളപ്പണം തടയാനെന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രഖ്യാപനം, അതിന്റെ ഉദ്ദേശശുദ്ധി ആരും ചോദ്യം ചെയ്യുന്നില്ല. എങ്കിലും ഇപ്പോൾ ജനങ്ങൾ വലയുന്നു എന്നത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ വിഷയം. ഇന്നിപ്പോൾ മഷിപുരട്ടൽ പ്രഖ്യാപനം കൂടി വന്നെങ്കിലും ഇതെങ്ങനെ കള്ളപ്പണം പുറത്തു കൊണ്ടുവരും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ആശ്വാസമാകുമോ എന്ന തരത്തിലായിരുന്നു നമ്മളുടെ ചർച്ച. വളരെ നന്ദി ചർച്ചയിൽ പങ്കുചേർന്നത്. സംസാരിച്ച ശ്രീ M.E. ഗോവിന്ദൻ മാസ്റ്റർ, ഒപ്പം തന്നെ ശ്രീ ജോർജ് കുര്യൻ, ശ്രീ ദേവദാസ്, ഡോക്ടർ ഷൈജുമോൻ, ഒപ്പം തന്നെ ശ്രീ ഷഫീർ.